ലിവർ പോയതല്ലേ? ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ JEE മെയിൻ റിവിഷൻ പ്രോഗ്രാമിൻ്റെ ഒരു സെഷനിലാണ്. കെമിസ്ട്രിയുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ്. പ്ലസ് 1 കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രിൻ്റെ സ്ട്രോങ്ങറായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് എന്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. പ്ലസ് 1 കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ 3 ചാപ്റ്റർ അതിൻ്റെ ഏറ്റവും മെയിൻ ക്രീം ചാപ്റ്ററാണ്. ഏത് JEE മെയിൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് എടുക്കാം, ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു എക്സാം നിങ്ങൾ കാണില്ല. എസ്പെഷ്യലി ഇക്വിലിബ്രിയം, തെർമോയും ഒക്കെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മോശമൊന്നുമില്ല. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ ഈസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലാണ്, അതിലെ കോൺസെപ്റ്റ്സിലാണ് കുറച്ചും കൂടെ ഈസ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. തെർമോ ഫിസിക്സിലും സെയിം കോൺസെപ്റ്റ് വരുന്നത് കൊണ്ട് ഒരു റിലാക്സേഷൻ തെർമോയിലും ഉണ്ടാവും. ഇപ്പോൾ കെമിസ്ട്രിയിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സൈഡിലേക്കോ അതിന് സ്റ്റോഷിയോമെട്രിക് ലെവലിലേക്കോ ആയതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിലും കോൺസെപ്ഷ്യലി ഫിസിക്സും കെമിസ്ട്രിയും ഷെയർ ചെയ്യുന്നൊരു ചാപ്റ്ററാണ് ഇത് തെർമോഡൈനാമിക്സ്. അതുകൊണ്ട് അതിൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. വി നോ വാട്ട് ഇസ് ഫിസിക്സ് അല്ലേ? ഫിസിക്സ് നമുക്ക് അറിയുന്നതുകൊണ്ട് കെമിസ്ട്രിയും ഫിസിക്സും കൂടെ കൂടുന്ന ടോപ്പിക് ആയതുകൊണ്ട് എന്ത് ചെയ്യും, തെർമോ എല്ലാവരും സ്ട്രോങ് ആയിരിക്കും. പിന്നെ അതിലൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയമാണ്. ഒരു ലെവൽ ടോപ്പിക് തന്നെയാണ്, ഡിഫറെൻ്റ് തന്നെയാണ്. അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ, ഇഷ്ടംപോലെ കോൺസെപ്റ്റും ഉണ്ട്. പിന്നെ മെയിൻ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നല്ല സ്ട്രോങ്ങും ആയിരിക്കും. ലെവൽ കുറഞ്ഞത് വരാറുണ്ടെങ്കിലും നമ്മളെപ്പോഴും ലെവൽ കൂടിയതിനെ കുറിച്ചല്ലേ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് ഏത് ലെവൽ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു അല്ലേ, ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കോൺസെപ്ഷ്യലി സ്ട്രോങ് ആവുന്ന വേണം. ഓക്കെ, ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾ കോൺസെപ്റ്റിൽ എത്രത്തോളം സ്ട്രോങ് ആവണം, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എത്രത്തോളം സഫീഷ്യൻ്റ് ആണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ ഡീൽ ചെയ്യാം. റെഡി അല്ലേ? നമ്മൾ 1 by 1 ആയിട്ട് തുടങ്ങാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാ റെഫറൻസ് ബുക്ക് ആയാലും അതെല്ലാം എടുത്ത് വെക്കാം. ആവശ്യങ്ങൾ ഇക്വേഷനൊക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കണമെങ്കിലൊക്കെ നന്നായിരിക്കും അതൊക്കെ കേട്ടോ. ചാപ്റ്റർ നല്ലപോലെ വായിക്കുക കേട്ടല്ലോ. ഓക്കെ, നൗ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ്, സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ടോപ്പിക്സ്. And question number 1. Find out the false statement among the following. Find out the false statement among the following. The gas with a larger value of the ratio of critical temperature Tc to the critical pressure Pc will have larger value of excluded volume. Excluded volume. ഇപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്, ക്രിട്ടിക്കൽ പ്രഷർ കൺസെപ്റ്റാണ്, അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പൊതുവേ നമുക്ക് ഇഷ്ടമില്ലാത്ത, അങ്ങനെ നമ്മൾ പറയാറില്ലേ, നമ്മൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൈവിട്ട് പോകുന്ന ഒരു റേഞ്ചാണ്, ലെവലാണെന്ത് ആ ലിക്വിഫാക്ഷൻ്റെ. ചില ആളുകൾക്ക് കിട്ടും, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, മെജോറിറ്റിക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറിനെ കുറിച്ചും അവിടെ ലിക്വിഫാക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസിന് നമ്മൾ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കണമെങ്കിൽ, ഗ്യാസിന് ലിക്വിഡ് ആക്കണമെങ്കിൽ മസ്റ്റ് കംപ്രസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. സോ കംപ്രസ് ചെയ്താൽ മോളിക്യൂൾസ് കംസ് ക്ലോസർ. ക്ലോസർ മീൻസ് അവർ തമ്മിൽ അട്രാക്ഷൻ വർക്ക് ചെയ്യണം. ഈ മോളിക്കുലാർ ലെവലിലെ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് എന്നല്ല, വെരി ഷോർട്ട് റേഞ്ച് ആണ്. അപ്പോൾ അവർ അകലെ ആയിരിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൻ്റെ പുറത്താണെങ്കിൽ ഒരിക്കലും അട്രാക്ഷൻ വർക്ക് ചെയ്യില്ലേ. സോ ഡൈപോൾ അട്രാക്ഷൻ ആണെങ്കിലും ഈവൻ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിലും വെരി ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. അപ്പോൾ ആ മോളിക്കുലർ ഇൻട്രാക്ഷൻസ് സ്റ്റാർട്ട് ആവണമെങ്കിൽ ദേ മസ്റ്റ് യുണൈറ്റഡ്, ദേ മസ്റ്റ് കംസ് ക്ലോസർ. അപ്പോൾ അടുത്തോട്ട് വരുന്നേ വേണം. അങ്ങനെ വന്നെങ്കിലാണ് ഈ അട്രാക്ഷൻ വർക്ക് ചെയ്യുക.
ഇനി വന്നാലും അടുത്തോട്ട് വന്നാലും കമ്പസ് ചെയ്താലും ഒരു ലിക്വിഡ് ലെവലിലേക്ക് ആവണമെങ്കിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ ബാക്കിയുണ്ട്. എന്താണെന്നറിയോ? ഗ്യാസ് ആകുമ്പോൾ ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാവും. നമ്മൾ കംപ്രസ് ചെയ്തതിന് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഈ അട്രാക്ഷൻ ഓവർകം ചെയ്യാനുള്ള മോളിക്കുലർ അട്രാക്ഷൻ ഓവർകം ചെയ്യാനുള്ള എനർജി ആ മോളിക്യൂൾസും സ്പീഷീസിനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു എനർജി നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റണം, കൂളിംഗ് കൊടുക്കണം. ഇതാണ് നമ്മൾ പഠിച്ച തിയറി. സോ കൂളിംഗ് ഫോളോഡ് ബൈ കംപ്രഷൻ, ഈ രണ്ടും കൂടെ ഒന്നിച്ച് വന്നാൽ ഗ്യാസിന് ലിക്വിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ലിമിറ്റഡ് ടെമ്പറേച്ചറാണ് TC, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും. ശരിയല്ലേ? ബിലോ ആൻഡ് എബോവ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് ക്വാളിറ്റി പറയുന്നുണ്ട്. എബോവ് TC എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിന് മുകളിലുള്ള ഗ്യാസ്, ഒരു സ്പെസിഫിക് ത്രഷോൾഡിന് മുകളിലുള്ള ഗ്യാസ്, ഒരു സ്പെസിഫിക് എനർജിക്ക് മുകളിലുള്ള ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. വൈ? ആ ഒരു മസ്റ്റായിട്ടും മോളിക്കുലർ അട്രാക്ഷനെ ഓവർകം ചെയ്തിരിക്കും എന്ന് തന്നെ പറയാം. ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ പോസിബിൾ ആയിട്ടുള്ള മോളിക്കുലർ അസോസിയേഷൻ അല്ലേ, ആ അസോസിയേഷൻ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ മോളിക്യൂളിൻ്റെ എനർജി ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചർ താഴേക്ക് വരണോ ആ ടെമ്പറേച്ചർ നമുക്ക് എന്ത് വിളിക്കാം? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ മുകളിലാണെങ്കിലോ ഒരിക്കലും ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷയുടെ വർക്കാവില്ല, വാലിഡ് ആവില്ല. അതിനെ മസ്റ്റായിട്ടും ഗ്യാസ് മോളിക്യൂൾ ബൈപ്പാസ് ചെയ്യും, ഓവർടേക്ക് ചെയ്യും, അത് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ TCയുടെ ക്വാളിറ്റി മനസ്സിലായില്ലേ? അത് അവരുടെ ഇന്റർമോളിക്കുലർ അട്രാക്ഷനുമായിട്ട് ഹൈലി റിലേറ്റഡാണ്. ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചർ ക്വാളിറ്റി എന്താണ്? ബിലോ ദാറ്റ് ടെമ്പറേച്ചർ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി കൂടുതലാണ്. അവിടെ ഡോമിനൻസി വരും, തെർമൽ എനർജിക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെമ്പറേച്ചറാണ്. എബോവ് ദി ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻഡ്, ആ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിലോ ഇന്റർമോളിക്കുലർ അട്രാക്ഷനെ ഡോമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ തെർമൽ എനർജി ഡോമിനേറ്റ് ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യുക. അവിടെയാണ് ആ ടെമ്പറേച്ചർ ലിമിറ്റ് നമ്മൾ TC അവതരിപ്പിക്കുന്നത്. TC അപ്പോൾ TC എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സുമായിട്ട് ഹൈലി റിലേറ്റഡ് ആണ് എന്ന് മറക്കേണ്ടതില്ല കേട്ടോ. TC എന്ന് പറഞ്ഞാൽ 8A/27 RB. ഇവിടെ A and B ആർ വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അഗെയിൻ A for measure of attraction by വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ് ആണ്. B for ഇഫക്റ്റീവ് സൈസ്, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ സൈസായിട്ട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ശരിയല്ലേ? ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ എയുമായിട്ടുള്ള റിലേഷനാണ് പ്രൂവ് ചെയ്തത്. ഇനി സെക്കൻഡ്ലി നമ്മൾ TCയുടെ ബിലോയിലേക്ക് നമ്മൾ കൂൾ ചെയ്തു ഗ്യാസിന്. ഇനി കംപ്രഷൻ ചെയ്യണം, പ്രഷർ അല്ലേ? ആ പ്രഷർ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ആൻഡ് അഗെയിൻ PC is equal to A/27 B എന്നാണ് വരിക. B² A/27 B², PC. ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു ഡെറിവേഷൻ നമ്മുടെ NCERT-യിലൊന്നുമില്ല. ബട്ട് നമ്മളതിൻ്റെ റെഫറൻസ് ബുക്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡെറിവേഷൻ ഇല്ലെങ്കിലും ഇക്വേഷൻസെങ്കിലും മിനിമം ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. സോ TC ആൻഡ് PC ഇവർ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടു ക്രിട്ടിക്കൽ പ്രഷർ ഈസ് എന്നാ പറഞ്ഞത്. വിൽ ഹാവ് ലാർജർ വാല്യൂ ഓഫ് എക്സ്ക്ലൂഡഡ് വോളിയം എന്നാണ് പറയുന്നത്. നോക്കിയാലോ? ഓക്കെ, ലാർജർ ദ വാല്യൂ ഓഫ് റേഷ്യോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ TC/PC എന്താ റേഷ്യോ വരിക? TC/PC is equal to 8A/27 RB, 8A/27 RB divided by A/27 B². അത് മുകളിലോട്ട് എഴുതിയ പോരെ. സോ A ക്യാൻസൽഡ്, 27 ക്യാൻസൽഡ്, B² ഒരു B കട്ടായി. ഇപ്പം എന്ത് കിട്ടി നമുക്ക്? 8/R into B എന്ന് പറഞ്ഞാൽ റേഷ്യോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ദ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം, മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം. നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെയല്ല ഇത് P + N² into V - NB is equal to nRT. ഇതിൽ NB എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയമാണത്. അതല്ലാത്ത ഭാഗം മാത്രം നമുക്കറിയാലോ, ലിക്വിഫാക്ഷനൊക്കെ. അതല്ലെങ്കിൽ V - NB ആണ് ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ ഓക്യുപ്പൈഡ് വോളിയത്തിൽ നിന്ന് NB എന്ന വോളിയം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റർമോളിക്കുലർ സ്പേസ് കിട്ടും. NB ദ പാർട്ടിക്കിൾ, വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് ആണ്. V വോളിയം ഓഫ് ദ ഗ്യാസ് ആണ്. അത് വോളിയം ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ആ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആയിരിക്കും, വെസൽ ആയിരിക്കും. ശരിയല്ലേ? സോ A/28/R into B എന്നാണ് വരിക. So TC/PC, the ratio proportional to B. So larger the value of the ratio, the larger will be the value of excluded volume B. ബിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റാണത്. ദ റേഷ്യോ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി. സോ ലാർജർ ദ വാല്യൂ ഓഫ് ദ റേഷ്യോ, ലാർജർ വിൽ ബി B വാല്യൂ.
ഇനി ഓപ്ഷൻ ബി നോക്കാം. നമ്മൾ ചോദിച്ച ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എ കറക്റ്റ് ആണല്ലോ. മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് സെയിം ആവറേജ് കൈനറ്റിക് എനർജി അറ്റ് ഗിവൻ ടെമ്പറേച്ചർ. അത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലാണ്. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. കറക്റ്റാണ്. കറക്റ്റ് ടെമ്പറേച്ചർ. മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ആവറേജ് കൈനറ്റിക് എനർജി ഇസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഗ്യാസ് ഏതായാലും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക അവിടെ നിന്നറിയാം. ഇവിടെ മാസ് ഡിഫറെൻ്റ് ആവില്ല. ഡിഫറെൻറ്റ് ഗ്യാസ് മീൻസ് ഡിഫറെൻറ്റ് മാസ് അല്ലേ. മാസ് മാറി വെലോസിറ്റി മാറൂല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി മാറണ്ടേ എന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ അവിടെ നോർമലി ഉണ്ടാവും. അത് നമ്മൾ ലോജിക്കലി അതിനെ ട്രാക്ക് ചെയ്യാൻ നമുക്കതിനെ പൊളിക്കാൻ കഴിയും. എങ്ങനെയെന്നറിയാം? കൈനറ്റിക് എനർജി മീൻസ് ഹാഫ് mv² അല്ലേ. ഹാഫ് mv² അല്ലേ. ഇവിടെ നോക്ക്, മാസ് കുറഞ്ഞ ആൾ നമുക്കറിയാം. മാസ് കുറഞ്ഞ ആൾ ഫാസ്റ്റും മാസ് കൂടിയ സ്ലോ ആവൂലേ. മാസ് കൂടിയ ആൾ സ്ലോ, അപ്പോൾ വോളിയം കുറഞ്ഞിട്ടുണ്ടാവും. സോറി, വോളിയം വെലോസിറ്റി. മാസ് കുറഞ്ഞ ആൾ ഫാസ്റ്റ്, അപ്പോൾ വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും. ശരിയല്ലേ? സോ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു mv². മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും. മാസ് കുറഞ്ഞ ആൾക്ക് വെലോസിറ്റി കൂടും. എനിവേ കൈനറ്റിക് എനർജി കോൺസ്റ്റൻസി കൊടുത്താൽ പോരെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ. ആൻഡ് അഗൈൻ ഇറ്റ് ഇസ് 3/T RT എന്നൊക്കെ പറയാറില്ല. നമ്മൾ 3/2 KT എന്നൊക്കെ പറയാറില്ലേ. എനിവേ സോ കൈനറ്റിക് എനർജി എന്താണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. എന്താണ് പറയുക? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എനി ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ബിയും കറക്റ്റാണ്, എയും കറക്റ്റാണ്. ഇനി സി, ഇൻവേർഷൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഡിസപ്പിയർ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഡിസപ്പിയർ. ഇതാണോ ഇൻവേർഷൻ ടെമ്പറേച്ചർ? അതിൻ്റെ പേര് ഇൻവേർഷൻ എന്നല്ല, അതിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതെങ്ങനെയാണ്? അതാ തോംസൻ്റെ ആൻഡ്രൂസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി തന്നെ. ഇപ്പോൾ ഗ്യാസിന് നമ്മൾ എടുത്തിട്ടുണ്ട്. എബൌട്ട് TC ആണ് ഗ്യാസ് ഉള്ളത്. അപ്പോൾ എബൌട്ട് TC ഗ്യാസ് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യാണ്, പ്രഷർ അപ്ലൈ ചെയ്യാണ്. സോറി, ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നു TCയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഉള്ളത് TCയിലാണ് നിൽക്കുന്ന ഗ്യാസ്. ഈ TC ടെമ്പറേച്ചറുള്ള ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി കംപ്രസ് ചെയ്യാണ്. പ്രഷർ കൂട്ടാൻ തുടങ്ങി. പ്രഷർ കൂട്ടുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തോട്ട് വന്നു. ടെമ്പറേച്ചർ TC ആണ്. TCയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഒരിക്കലും ആ ഒരു ടെമ്പറേച്ചറിൽ ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവില്ല. ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ആ സ്പെസിഫിക് ടെമ്പറേച്ചർ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് അവർ അടുത്തോട്ട് വന്നിട്ട് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നൊരു റേഞ്ചിലേക്ക് ഗ്യാസ് പാർട്ടിക്കിൾസ് എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വർക്കാവും സ്റ്റാർട്ടാവും. ലിക്വിഫൈഡായി. ശരിയല്ലേ? അവിടെ എന്താ സംഭവിച്ച്? ലിക്വിഡായിട്ട് മാറി. അപ്പോൾ ഈ ഒരു TCയുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലിക്വിഡ് ഗ്യാസ് ഒരു ബാരിയർ ഡിസപ്പിയർ ചെയ്യാണ്. കാരണം ജസ്റ്റ് ലിക്വിഫാക്ഷൻ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ് എന്താണ്? ഹൈലി കംപ്രസ്ഡ് ഗ്യാസ് ആണ്. ഹൈലി കംപ്രസ്ഡ് ഗ്യാസസ് സ്റ്റേറ്റ് ആണ്. തൊട്ട് നെക്സ്റ്റ് പോയിന്റിൽ എന്താണ്? ആൾ ലിക്വിഡാണ്. ആക്ച്വലി അത് ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ അത് തിരിച്ചറിയാൻ വലിയ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഒരു ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ ശ്രമിക്കാം, ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാട്ടറിനെ ക്ലോസ്ഡ് കണ്ടെയ്നർ നമ്മൾ പറയാറില്ലേ, പ്രഷർ കുക്കറിനകത്ത് ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് ഒരിക്കലും വാട്ടർ ബോയിൽ ചെയ്യില്ല എന്ന് പറയും. എന്താ കാര്യം? അവിടെ നമ്മൾ ആ ലിക്വിഡ് നമ്മൾ വാം ചെയ്യുമ്പോൾ, ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് വേപ്പേഴ്സായിട്ട് മാറുമ്പോൾ അങ്ങനെ പതിയെ അതിലുള്ള വാട്ടർ മോളിക്യൂൾസിലെ വാട്ടർ വേപ്പറായിട്ട് ഈ വാട്ടറിന് മുകളിൽ വരികയാണ്. പക്ഷെ അവിടെ എന്താണ്? ആ തിരിച്ച് കണ്ടൻസേഷനൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. പക്ഷെ നമ്മളിതിന് ജസ്റ്റ് ഹീറ്റിംഗ് ഒരു കോൺസെപ്റ്റ് മാത്രം നോക്കുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ലാർജായിട്ടും കൂടുതലായിട്ട് എന്തെങ്കിലും വേപ്പേഴ്സായിട്ട് വരികയാണ്. ഈ വേപ്പറായിട്ട് വരുന്ന സമയത്ത് ആ വേപ്പർ ഫേസിൽ എന്ത് കൂടി വരും? വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് കൂടി വരും. അപ്പോൾ വേപ്പർ ഫേസിൻ്റെ ഡെൻസിറ്റി കൂടി വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ലിക്വിഡ് ഉണ്ട്, തൊട്ട് മുകളിൽ വേപ്പേഴ്സ് ഉണ്ട്. ആ ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വേപ്പേഴ്സ് വരും. വേപ്പർ ഫേസിൽ മോർ ആൻഡ് മോർ വേപ്പേഴ്സ് വരും. സോ വേപ്പർ ഫേസിൽ വേപ്പറിൻ്റെ കണ്ടന്റ് കൂടി വരുമ്പോൾ വേപ്പർ ബിക്കം മോർ ഡെൻസ് ആൻഡ് ഡെൻസ്. വേപ്പറിൻ്റെ ഡെൻസിറ്റി കൂടും. അതേസമയം ലിക്വിഡ് ഇല്ലേ, അത് വാങ്ങുമ്പോൾ ലിക്വിഡ് എക്സ്പാൻഡ് അല്ലേ ചെയ്യുക? ലിക്വിഡിൻ്റെ മാസ് കുറയല്ലേ എന്ന്, ഹീറ്റ് കൂടല്ലേ എന്ന്, അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കുറയുക ചെയ്യുക. ലിക്വിഡ് ഫേസിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് വരും. വേപ്പറിൻ്റെ ഡെൻസിറ്റി കൂടി വരും. അപ്പോൾ ലിക്വിഡിൻ്റെ കുറഞ്ഞു വരിക, വേപ്പറിൻ്റെ കൂടിയ ഡെൻസിറ്റി.
അങ്ങനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, രണ്ടാളുടെ ഡെൻസിറ്റി ഈക്വൽ ആവും. ഡെൻസിറ്റി ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഫേസ് മിസിബിൾ ആയി പോകും എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഡിസപ്പിയർ ചെയ്യും, സെപ്പറേഷൻ ഉണ്ടാവില്ല അവിടെ. ഓക്കെ, ദ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ട്രാൻസ്ഫോർമേഷൻ മാസ് ആയിട്ട് നടക്കുന്ന ഒരു പോയിന്റ്, മാസ് ട്രാൻസ്ഫോർമേഷൻ, അത് ലിക്വിഡോ ഗ്യാസോ എന്നൊരു ഒരു തരംതിരിവില്ലാത്ത സ്റ്റേറ്റ് ആണിത് ടി സി എന്ന് പറയുന്നത്. എബോ ടി സി മസ്റ്റായിട്ടും ഗ്യാസാ, ബിലോ ടി സി പ്രഷർ ഒക്കെ എങ്കിൽ ആള് ലിക്വിഡാണ്. എബോ ടി സി ഗ്യാസ്, ബിലോ ടി സി. ഓക്കെ, ദ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻവേർഷൻ ടെമ്പറേച്ചർ അല്ല, critical temperature is the temperature at which the distinction between liquid and gas disappears. മനസ്സിലായില്ലേ? ഇനി ഓപ്ഷൻ ഡി എന്താണ്? അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് an ideal gas cannot be liquefied at any temperature. ശരിയല്ലേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്നാ പറഞ്ഞത്. വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വർക്കിംഗ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഒന്നുമില്ല, ഒരു ഫീലും ഇല്ലയാണ് അല്ലേ? നമ്മൾ പറയല്ലേ എന്താണ് ഫുള്ള് ന്യൂട്രൽ, ഒരു അട്രാക്ഷനും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആണ്, ഒരു ഫേസ് ആണ്, ഒരു സ്റ്റേറ്റ് ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ. നോ ഫോഴ്സ് ഈസ് ആക്ടിങ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാണ്ട് ഗ്യാസ് എങ്ങനെ ലിക്വിഡ് ആവും? സോ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അത് ലിക്വിഡ് ആവില്ല. എബൌട്ട് ടി സി ഗ്യാസ് എല്ലാം ഐഡിയല്ല, എബൌട്ട് ടി സി ഗ്യാസ് എല്ലാം ഐഡിയല്ല, ദാറ്റ് കണ്ണോട്ട് ബി ലിക്വിഫൈഡ് എന്നാ പറയാം. ക്ലിയർ ആണോ? അപ്പോൾ സി ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്തോളൂ, എബൌട്ട് ടി സി ഗ്യാസ് ഒരിക്കലും ലിക്വിഡ് ആവില്ല. നമ്മൾ വാട്ടറിൻ്റെ വേപ്പർ എന്ന് പറയാറില്ലേ, വേപ്പർ ആണെങ്കിൽ കണ്ടൻസ് ആവുകയും ചെയ്യും. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ വേപ്പർ ആൻഡ് ഗ്യാസ്? വേപ്പറൊക്കെ ഗ്യാസ് ആണല്ലോ, പക്ഷെ എല്ലാ ഗ്യാസും വേപ്പർ ആണോ? അതല്ല. കാരണം എന്താണ്? വേപ്പറിനെ നമ്മൾ വേപ്പറിനെ നമ്മൾ പ്രഷർ ചെയ്താൽ വേപ്പറിനെ നമ്മൾ പ്രഷർ ചെയ്താൽ ആൾ കണ്ടൻസ് ആവും, ലിക്വിഡ് ആവും. ഗ്യാസ് എല്ലാം പ്രഷർ ചെയ്താൽ എന്താവില്ല, ലിക്വിഡ് ആവില്ല. അപ്പോൾ ഈ വേപ്പറിൻ്റെ ക്വാളിറ്റി എന്താണ്? ദ ഗ്യാസസ് ബിലോ ടി സി ഈസ് കോൾഡ് വേപ്പർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഗ്യാസിനെ ലിക്വിഡ് ആക്കാമല്ലോ. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ഗ്യാസസിനെ പറയുന്ന പേരാണെന്ത്? വേപ്പർ എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ വേപ്പറിനും എന്ത് ചെയ്യാം? ജസ്റ്റ് പ്രഷർ ചെയ്യുക വഴി നമുക്ക് ലിക്വിഡ് ആക്കാം. പക്ഷെ എല്ലാ ഗ്യാസിന് പ്രഷർ മാത്രം ചെയ്താൽ എന്താവില്ല, ലിക്വിഡ് ആവില്ല. ഷുഡ് മേക്ക് ദം ബിലോ ടി സി. ടി സിക്ക് ബിലോ എത്തിയതിനു ശേഷം മാത്രമേ പ്രഷർ അപ്ലൈ ചെയ്താൽ ഗ്യാസ് എന്താവുള്ളൂ, ലിക്വിഡ് ആവുള്ളൂ. ടി സിക്ക് ബിലോ എത്തിയ ശേഷമുള്ള ഗ്യാസിൻ്റെ പേരാണ് വേപ്പർ എന്ന് പറഞ്ഞാൽ. മാറ്റം ഫീൽ ചെയ്തില്ലേ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് ഓവർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് തിയറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ടേംസ് എല്ലാം ഒന്നുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും, ചിലതെല്ലാം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കാം. ഒന്നുമില്ല, നിങ്ങൾക്ക് റെഫറൻസ് മോർ നീഡഡ് എന്ന് മനസ്സിലാവും. റെഫറൻസ് ബുക്ക് ഓപ്പൺ ചെയ്യാം, ആ ഭാഗത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവർക്ക് വായിക്കുകയും ചെയ്യാം. കേട്ടല്ലോ? നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ടൈമാണല്ലോ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. Positive deviation from ideal behavior is due to the fact that positive deviation from ideal behavior, ഗ്യാസിൻ്റെ കേസിലാണ്, molecular attraction play dominant role, molecular volume plays dominant role, and van der Waals constant A and B dominates. അല്ലേ? ഇതിൽ ഏതാണ് ആക്ച്വലി ഈ പോസിറ്റീവ് ഡീവിയേഷനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇവിടെ നമ്മൾക്കറിയാം, ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മിനിമം ബോയിൽ ഒബേ ചെയ്യുന്നവരാണ്. വി നോ പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ അക്കോർഡിംഗ് ടു ബോയിൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ പി ഇൻറ്റു വി കോൺസ്റ്റൻറ്റ്. ആൻഡ് അഗെയിൻ വി നോ പി വി ഈസ് ഈക്വൽ ടു NRT അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഇപ്പോൾ നമ്പർ ഓഫ് മോൾ കോൺസ്റ്റൻ്റ് ആയി, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ NRT ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ പി ഇൻറ്റു വിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻ്റ് വാല്യൂ പ്രഷറിനായ വോളിലെത്തി ഡിപ്പെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ബോയിലോടെ കോൺസ്റ്റൻറ്റ് കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാല്യൂസ് ഇൻഡിപെൻഡൻ്റ് ഓൺ പി ആൻഡ് വി. കാരണം പി മാറിയാൽ കെ മാറൂല, വൈ? പി മാറുമ്പോൾ വി മാറും. വോളിയം മാറിയാൽ കെ മാറൂല, വൈ? അവിടെ പി മാറും. അവർ നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്. ഒരു സീസോ കളി കളിക്കും, സീസോ പി കൂടുമ്പോൾ വി കുറയും, വി കൂടുമ്പോൾ പി കുറയും, സീസോ. എനിവേ ആ പി ഇൻറ്റു വി പ്രൊഡക്റ്റ് മാറില്ല, ഇറ്റ്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആളുടെ വാല്യൂ ഡിപ്പെൻഡ് ആയി എന്നിന് ആറിനും ടീനെയാണ്. എന്നും ടിയും ആറും കോൺസ്റ്റൻ്റ് ആയ കെയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിയും വിയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അവർ തമ്മിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എത്രത്തോളം നിൽക്കുന്നോ അത്രയും കാലം അവർ ഐഡിയലാണ്, ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് 180 കറസ്പോണ്ടിങ് 10 ലിറ്റർ വോളിയം അല്ലേ, ദെൻ 2 5, ദെൻ 2.5 4,
ദെൻ 4-ന് 2.5, ദെൻ 5-ന് 2, 1-ന് 10-ന് 1. ഈ രീതിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. കണ്ടോ? അപ്പോൾ ഇവിടെ പ്രഷർ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ വോളിയം ഇങ്ങനെ കുറഞ്ഞു വരുന്നുള്ളതാണ്. പ്രഷർ 1 എന്ന സമയത്ത് ഒരു അപ്രോക്സ് 10 ആണെന്ന് വിചാരിക്ക്, 2 ആകുമ്പോൾ 5, 2.5-ന് 4. അത് പ്രൊപ്പോർഷണലാണല്ലോ ആ വേരിയേഷൻ. P × V എന്താ 10 ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ഐഡിയൽ ഉണ്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിലെവിടെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ സ്കോപ്പ് ഉള്ളത്? ഇതിലെവിടെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ സ്കോപ്പ് ഉള്ളത്? അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പ്രൊഡിക്റ്റഡ് വാല്യൂ NRT അല്ലേ? ആ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? NRT. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ ഗിവൺ മോൾസ് ഓഫ് ഗ്യാസിൻ്റെ P × V എത്ര ആയിരിക്കണം എന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു N × R × T. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 25 ഡിഗ്രി 25 ഡിഗ്രി, 1 മോൾ ഗ്യാസ് എങ്കിൽ 1 മോൾ ഗ്യാസ് ഇൻറ്റു R വാല്യൂ എന്താണോ 1 × R × 25 290 കെൽവിൻ. ആ ഒരു വാല്യൂ ഇല്ലേ, അതായിരിക്കണം അത്രയും എമൗണ്ട് ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ വോള്യത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ. അപ്പോഴാണ് അത് ഐഡിയൽ ഗ്യാസ് ആവുന്നത്. ഇനി എപ്പോഴാണോ പ്രഷർ ഇൻറ്റു വോള്യം വാല്യൂ മോർ ദാൻ ദാറ്റ് പ്രൊഡിക്റ്റഡ് ബൈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പ്രൊഡിക്റ്റഡ് വാല്യൂ എത്രയാണ്? NRT. അതിനേക്കാളും കൂടുതലായിട്ടൊരു വാല്യൂ PV വന്നാൽ അതിൻ്റെ പേരാണെന്ത്? പോസിറ്റീവ് ഡീവിയേഷൻ. എപ്പോഴാണ് ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആവുക? നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് വോള്യം കുറയും അല്ലേ? ഈ വോള്യം കുറയാതിരുന്നാൽ പോരെ? പ്രഷർ കൂടുമ്പോഴേ വോള്യം കുറയൂല്ലേ? വോള്യം കുറയാതിരുന്നാൽ പോരെ? അതെങ്ങനെ കുറയാതിരിക്കുക? അവർക്ക് കുറയാവുന്ന അത്രയും അവർ കുറഞ്ഞിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് അടുത്തോട്ട് വന്നു. അവർക്ക് അടുക്കാൻ പറ്റുന്ന അത്ര ഡിസ്റ്റൻസ് അവരടുത്ത്. ഇനി അടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തൂലേ അവർ? മീൻസ് ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. അടുത്ത മോളിക്യൂളിന് ന്യൂക്ലിയസും ഇലക്ട്രോൺ ക്ലൗഡും ഇല്ലേ? ഈ ഇലക്ട്രോൺ ക്ലൗഡുകൾ നമ്മൾ റിപ്പൽ ചെയ്യൂലേ? ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യില്ലേ? അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പ്രഷർ ചെയ്ത് അടുത്തോട്ട് വന്ന് പിന്നെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് 2 ആറ്റം കൂടെ കൂടിയിട്ട് ഒന്നാവുമോ? ന്യൂക്ലിയസ് ഒന്നാവും? ഇല്ലല്ലോ. ഇലക്ട്രോൺ ഒന്നാവും? അതൊന്നും ഇല്ലല്ലോ. ആ മോളിക്യൂള് ഹാവ് റിയൽ എക്സിസ്റ്റൻസ്. that cannot be merged to one. അതൊന്നും പോസിബിലിറ്റി ഇല്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. And there matter required mass and space. Space is required to occupy gas. ഒരു മാറ്ററാണ്, സ്പേസ് ഈസ് റിക്വയർഡ്. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് കാണിക്കണം വരച്ച് കാണിക്കണം വലുപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിലും അവർക്ക് റിയലി ഒരു വോള്യം ഉണ്ടല്ലോ. നമ്മളൊരു കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുക്കാവുന്നൊരു സോണിലേക്ക് അവർ അടുത്ത് കഴിഞ്ഞാൽ, അടുക്കാവുന്ന അത്രയും ഡിസ്റ്റൻസ് അടുത്ത് കഴിഞ്ഞാൽ ആ പ്രഷറിന് പ്രൊപ്പോർഷനായിട്ട് അതുവരെ അവരുടെ വേരിയേഷൻ ഉണ്ടാവും. ഇനി നമ്മൾ പ്രഷർ കൂട്ടി നോക്ക്, പിന്നെ അവർ അടുക്കൂല എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ വോള്യം കുറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് എത്തും. അവിടെ ഗ്യാസ് മോളിക്യൂളിൻ്റെ റിപ്പൽഷൻ വർക്കാവും. അല്ലെങ്കിൽ അവിടെ സൈസ് ഫിക്സഡ് സൈസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അഥവാ എൻഡർമോക്കുലർ സ്പേസ് കുറഞ്ഞു വന്നു. സ്പേസേ കുറയുള്ളൂ, പാർട്ടികൾ ചെറുതാവില്ല. നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ H2 ഗ്യാസിന് പ്രഷർ ചെയ്താൽ ഹൈഡ്രജൻ്റെ സൈസ് കുറയില്ല. പിന്നെയോ ഹൈഡ്രജൻ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇൻ്റർമോക്കുലർ സ്പേസ് നല്ലോണം ഉണ്ട്. നമ്മൾ ഗ്യാസിന് ഡിഫൈൻ ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ഗ്യാസ്? വിത്ത് എ ലാർജ് സ്പേസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾ. അതാ ഗ്യാസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് നമ്മുടെ ഗ്യാപ്പാണ് കുറഞ്ഞു വരുന്നത്. അവരടുത്തോട്ട് വരികയാണ്. അവരങ്ങനെ മാക്സിമം ക്ലോസസ്റ്റ് അപ്രോച്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷർ വെറുതെയാണ്. അവിടെ എന്തില്ല, പ്രഷർ കൂടും, വോള്യം കുറയാതിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോള്യം കുറഞ്ഞാൽ PV കോൺസ്റ്റൻ്റ് ആവും. പ്രഷർ കൂടുമ്പോൾ വോള്യം കുറയാതിരുന്നാലോ അവിടെ PV വാല്യൂ കൂടാൻ തുടങ്ങും. അപ്പോൾ എന്താ റീസണ്? ഗ്യാസിൻ്റെ മാക്സിമം ക്ലോസസ്റ്റ് അപ്രോച്ച് എത്തി. അവിടെ പ്രൊപ്പോർഷണൽ ഡിക്രീസിന് വോള്യം കാണാത്തൊരു സ്റ്റേറ്റ്. ഒരു പ്രൊപ്പോർഷണൽ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണലി വോള്യം ഡിക്രീസ് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണ്? അവിടെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ല, റിപ്പൽഷനാണ്. ഇവിടെ മോളിക്കുലർ അട്രാക്ഷൻ പ്ലേസ് ഡോമിനൻ്റ്, അട്രാക്ഷൻ അല്ല, അവിടെ എന്താ റിപ്പൽഷനാണ്. അപ്പോൾ ഇവിടെ റിപ്പൽഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയാം, മോളിക്കുലർ വോള്യം പ്ലേസ് ഡോമിനൻ്റ് റോൾ. മീൻസ് ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾസ് ഹാവിങ് എ സ്പെസിഫൈഡ് വോള്യൂംസ്. ആ വോള്യം ഫിക്സ്ഡ് ആണ്, അതെന്ത് ചെയ്യില്ല, ഫർദർ റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് എത്തിച്ചേരാവുന്ന മിനിമം വോള്യത്തിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ട്. വാണ്ടർവാൾസ് ഇക്വേഷനിൽ പറയുന്ന സമയത്ത് V - NB NB നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എപ്പോൾ മാത്രമാണ്?
വി വെരി ലാർജ് ആവുന്ന സമയത്ത് മാത്രമാണ് ഈ വി മൈനസ് എൻ ബി എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. സ്പേസ് ഇല്ലാണ്ടായി വന്നാൽ അവസാനം വോള്യവും എൻ ബി തമ്മിൽ ഡിഫറൻസ് കുറയും. നമുക്കുള്ള സ്പേസ് 0 ആയി കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു എൻ ബി ആവും. വി ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു എൻ ബി എന്നൊരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ പ്രഷർ പ്രഷർ കൂടും, പക്ഷെ എന്ത് കുറയില്ല, വോള്യൂം കുറയില്ല. വൈ? അവിടെ ഒരു ഫിക്സഡ് സൈസ് വന്നിട്ടുണ്ട് അവിടെ മോളിക്യൂൾസിന്. കംപ്രസ് ചെയ്യാൻ പറ്റാത്ത, റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സൈസ് എത്തിയിട്ടുണ്ട്. സോ മോളിക്കുലർ വോള്യൂം പ്ലേസ് ഡോമിനൻ്റ് റോൾ. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷന് നമ്മൾ എന്ത് പറയുന്നത്, ഒരു റീസൺ പറയുന്നത്. ഇനി കേൾക്കണോ, ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസസും ഹൈ പ്രഷർ കണ്ടീഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്നാ പറയാം. നിങ്ങൾ NCERT നോക്കുകൊണ്ടു ഇത് ഐഡിയലിൻ്റെ കേസ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും എല്ലാം കാണിക്കുന്നവരൊക്കെ ഹൈ പ്രഷറിൽ എന്താണ്, അവരെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന പറയാം. എല്ലാ ഗ്യാസും ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. കാര്യം പിടികിട്ടി കാണും അല്ലേ? കാരണം എന്താണ്, ഹൈ പ്രഷർ മീൻസ് മാക്സിമം കംപ്രസ് സ്റ്റേറ്റ് ആയി, ഫർദർ മോർ കംപ്രഷൻ ഈസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. സോ പ്രഷർ കൂടിയാൽ അവിടെ പി വാല്യൂ കൂടാൻ തുടങ്ങും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാം എപ്പോഴാണ് നെഗറ്റീവ് ഡീവിയേഷൻ പോസിബിൾ ആവുക. നെഗറ്റീവ് ഡീവിയേഷൻ നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ വോള്യൂം കുറയൂലേ, അത് കുറയും, നോർമലി കുറയണമല്ലോ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് വോള്യൂം കുറഞ്ഞാലോ, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് വോള്യൂം കുറഞ്ഞാലോ, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുമോ? അതുണ്ടാവില്ലേ. ഈ അട്രാക്ഷൻ ഇല്ലേ, ഇൻഡോമോക്കുലർ അട്രാക്ഷൻ, അവിടെ അട്രാക്ഷനാണ് മെയിൻ റോള് വരുന്നത്. നമുക്കറിയാം ഈ പാർട്ടിക്കിൾസിന് അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ അട്രാക്ഷൻ വർക്ക് ചെയ്യാനൊരു സ്പെസിഫിക് റേഞ്ചിലേക്ക് അവരെത്തണം. അപ്പോൾ നമ്മൾ മൊബൈലിലെ സിഗ്നലൊക്കെ നോക്കിയിരിക്കില്ലേ, വീടിന് തീരെ സിഗ്നലില്ല, നമ്മളൊരു കോർണറിലേക്ക് അങ്ങോട്ടോട്ട് മാറിയിരിക്കില്ലേ, അവിടെ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുള്ളൂ. ഇതേപോലെ രണ്ട് മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് മറ്റാളുടെ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ പറയാറുള്ളത് മിക്കവാറും, ചാർജ് ഡൈപോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ അട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളുടെ ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫീൽഡിലേക്ക് അവരവർ വരണം. അപ്പോൾ അതുവരെ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് തമ്മിൽ ഒന്നുമില്ല. നമ്മൾ പ്രഷർ ഇപ്പോൾ അടുത്ത് വന്നു ഇയാളുടെ റേഞ്ചിൽ ഇയാളുടെ റേഞ്ചിൽ വന്നല്ലോ, പിന്നെ അട്രാക്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അടുപ്പിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അവർ സ്വമേധയെ അടുക്കുമ്പോൾ അട്രാക്ഷൻ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അടുക്കാൻ തുടങ്ങും. നമ്മൾ ഫോഴ്സ് ചെയ്തപ്പോൾ കുറച്ചെടുത്തു, പിന്നെ അവർ തമ്മിൽ അട്രാക്ഷൻ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ എടുത്തു. കണ്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിന് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യുക, ക്ലോസർ ആവുക അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ വോള്യൂം ഡിക്രീസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. അവിടെ പി വി വാല്യൂ എന്ത് വരും, ലെസ് ദാൻ തിയറട്ടിക്കൽ വാല്യൂ വരും. വായി അവിടെ വോള്യൂം അബ്നോർമൽ ഡിക്രീസ് ഉണ്ടായി ഡ്യൂ ടു അവിടെ ഗ്യാസ് പാർട്ടിക്കിളിൻ്റെ വോള്യൂം അല്ല, അത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും കേട്ടോ. ഹൈ പ്രഷറിൽ ലോ പ്രഷറിലാണ് നമ്മൾ പ്രഷർ കൂട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും മോളിക്യൂൾസ് അടുത്ത് വന്നപ്പോൾ അട്രാക്ഷൻ വർക്കായി. അട്രാക്ഷൻ വർക്ക് ഇപ്പോൾ അവർ മാക്സിമം ക്ലോസസ്റ്റ് അപ്രോച്ചിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് അവർ അല്ലേ ഒന്നുകൂടെ ഇപ്പം രണ്ട് മാഗ്നറ്റ് നമുക്കറിയില്ലേ, നോർത്തും സൗത്തും നമ്മളിങ്ങനെ പിടിച്ചു പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ചെയ്ത് ഒറ്റ ചാടിയാണ് പിടിക്കില്ലേ അവർ. ഇതേപോലെ അവർ ആ റേഞ്ചിലേക്ക് എത്തി അവർ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കംപ്രസ് ആയി പോകും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വി വാല്യൂ ലാർജ് ഡിക്രീസ് കാണും, പി വി വാല്യൂ ബിഗ് ലെസ് ദാൻ അല്ലേ. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ എളുപ്പത്തിൽ മിനിമം വോള്യത്തിൽ എത്തുന്നേ ഉള്ളൂ. പിന്നെ പ്രഷർ കൂട്ടി പിന്നെ കുറയൊന്നുമില്ല, പിന്നെ റിപ്പൾഷൻ വർക്കാവും, പിന്നെ പോസിറ്റീവ് ഡിവിഷൻ ആവാൻ തുടങ്ങും. ഓക്കെ അല്ലേ? ബി ആണ് ആൻസർ. മോളിക്കുലർ വോള്യൂം പ്ലേസ് എ ഡോമിനന്റ് റോൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം നോക്കാം. If specific volume of H2 gas at 40 atm high pressure is 2 liter per gram. Specific volume ആണ് high pressure condition 2 liter per gram. Then temperature of the gas, assuming it to be van der Waals real gas, having a value തന്നിട്ടുണ്ട് 0.034 dm raised to 6 atm mole raised to 2, then B 0.2 liter per mole is approximately. ഇവിടെ സ്പെസിഫിക് വോള്യൂം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 40 atm തന്നിട്ടുണ്ട്. സ്പെസിഫിക് വോള്യൂം മീൻസ് 2 ലിറ്റർ പെർ ഗ്രാം. ഒരു ഗ്രാമിൻ്റെ വോള്യൂമാണ് സ്പെസിഫിക് വോള്യൂം. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ് ഉള്ളത്, 2. ഓക്കെ, then temperature of the gas assuming to be van der Waals real gas having A വാല്യൂം B വാല്യൂം തന്നിട്ടുണ്ട്. അത് പെർ മോൾ ഓഫ് ഗ്യാസിനാണ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ നമ്മൾ 1 മോള് ഗ്യാസിന് കൺസിഡർ ചെയ്യുന്നു. 1 മോൾ H2 ഗ്യാസ് ഇസ് ടേക്കൺ. ആൻഡ് ഫോർ ദാറ്റ് വാട്ട് ഇസ് van der Waals ഇക്വേഷൻ P plus A by V square into V minus B is equal to RT.
ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ടെമ്പറേച്ചർ. ഓക്കെ, ആ സമയത്ത് എ വാല്യൂം ബി വാല്യൂം തന്നിട്ടുണ്ട്. സ്പെസിഫിക് വോളിയം എത്രയാവണം? 48 പ്രഷറിൽ 2 ലിറ്റർ പെർ ഗ്രാം ആവണം. ഇതാണ് കണ്ടീഷൻ. അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു അസ്യൂംഷൻ കൊടുക്കുകയാണ്. ഹൈ പ്രഷർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷനേക്കാളും പി ഡോമിനേറ്റ് ചെയ്യാം. പി മച്ച് മോർ ദാൻ എ ബൈ വി സ്ക്വയർ. ദ പ്രഷർ കറക്ഷൻ ടൈം ആണ് എ ബൈ വി സ്ക്വയർ. ഇഫ് പ്രഷർ ഈസ് ടു ലാർജ്, ഇറ്റ് ഈസ് ടു മച്ച് ലാർജ് ആണെങ്കിൽ എ ബൈ വി സ്ക്വയറിനേക്കാൾ പി വന്നു കഴിഞ്ഞാൽ പി പ്ലസ് എ ബൈ വി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് പി. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? പി ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണ്ടേ? ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വി മൈനസ് ബി ബൈ ആർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പ്രഷർ ഈസ് ഗിവൺ ആണ് 40 atm പ്രഷർ. ആൻഡ് വോളിയം വി എത്രയാ? ഇവിടെ 1 mol H2 ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത്, കാരണം എൻ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഉണ്ട്. വി മൈനസ് എൻ വി കൂടെ എണ്ണാട്ടിൽ എൻ എത്രയാ? 1 കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1 mol ഗ്യാസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 mol ഗ്യാസ്, 1 mol H2യുടെ വെയിറ്റ് എത്രയാ? ഇറ്റ് ഈസ് 2 gram അല്ലേ? ഹിയർ 1 gram ഹൈഡ്രജൻ വേസ് 2 ലിറ്റർ, ഓക്യുപ്പൈസ് 2 ലിറ്റർ ആണെങ്കിൽ 1 gram ഓക്യുപ്പൈസ് 2 ലിറ്റർ ആണെങ്കിൽ 2 ഗ്രാമിന് കറസ്പോണ്ടിങ് എന്താ വരിക? 4 ലിറ്റർ പെർ 2 gram. 1 gram 2 ലിറ്റർ, 2 gram 4 ലിറ്റർ. അപ്പോൾ വോളിയം 4 ആണ്. ദെൻ മൈനസ് ബി വാല്യൂ 0.2 ആണ് പെർ ലിറ്റർ തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 4 മൈനസ് 0.2 ഡിവൈഡഡ് ബൈ ആർ വാല്യൂ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും? ആർ വാല്യൂ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ലേ? ആറിൻ്റെ വാല്യൂ ലിറ്റർ ATM. പ്രഷർ ഏതിലാണ്? പ്രഷർ ഇവിടെ ATMലാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് 0.0821 എന്ന് കൊടുക്കാം. സോൾവ് ചെയ്താൽ 40 ഇൻറ്റു 4 മൈനസ് 0.2, അപ്പോൾ 40 ഇൻറ്റു 0.38 അല്ല 3.8 അല്ലേ? 3.8. ഓക്കെ, 40 ഇൻറ്റു 3.8 ഡിവൈഡഡ് ബൈ 0.0821 എത്ര വാല്യൂ വരിക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യൂ. 1854 കെൽവിൻ. നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ, അത് കിട്ടട്ടെ അല്ലേ? അങ്ങനെയല്ല പറയാം. സോ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇഫ് സ്പെസിഫിക് വോള്യൂം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 40 atm തന്നിട്ടുണ്ട്, 40 atm പ്രഷറിന് കറസ്പോണ്ടിങ് സ്പെസിഫിക് വോള്യൂം, ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇറ്റ് ടു ബി വാണ്ടർവാൾസ് റിയൽ ഗ്യാസ്. വാണ്ടർവാൾസ് ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യണം. റിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ചോദിച്ചത്. അത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, മോഡിഫിക്കേഷൻസ് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദി ആൻസർ ഇസ് 1854 Kelvin. ഓക്കെ, നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 4. സെലക്ട് കറക്റ്റ് റിലേഷൻഷിപ്പ് ഓർ ഗ്രാഫ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻ എ ക്ലോസ്ഡ് ബട്ട് നോൺ റിജിഡ് കണ്ടെയ്നർ. ക്ലോസ്ഡ് ബട്ട് ഇസ് നോൺ റിജിഡ് കണ്ടെയ്നർ. ഇവിടെ പ്രഷർ വോളിയം റിലേഷൻഷിപ്പുകളാണ്. 2-3 ഗ്രാഫും ഒരു റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രഷർ വേഴ്സസ് 1/v ഉണ്ട്, പി സ്ക്വയർ ഉണ്ട്, വി വേഴ്സസ് വി ഉണ്ട്, dv ബൈ dp ഉണ്ട്, ഒരുപാട് ഉണ്ടല്ലേ. നമുക്ക് നോക്കാം. ബോയിൽ ലോ നമുക്കറിയാം, പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, ഓർ വി നോ പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1/v ആൻഡ് സിംപ്ലി റൈറ്റിംഗ് +0. ഇതിപ്പോൾ ഒരു ഐഡിയൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയോ? y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇൻ്റർസെപ്റ്റ് 0, സ്ലോപ്പ് k ആൻഡ് y. p വേഴ്സസ് 1/v, p വേഴ്സസ് 1/v, yx. സോ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് 0 ഇൻ്റർസെപ്റ്റ്. ഇൻ്റർസെപ്റ്റ് 0 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് തെറ്റാ. ഇത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഗ്രാഫ് 3 റിലേഷൻ 3 തെറ്റാണ്. അപ്പോൾ 3 ഇല്ലാത്ത ആൻസർ. അപ്പോൾ ആൻസർ നമ്മളെ സംബന്ധിച്ചായി ഏതാണ് ആൻസർ? ഡി കിട്ടിക്കഴിഞ്ഞു. നല്ല ബാക്കിയുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അപ്പോൾ ആൻസർ ആയിട്ടോ. അപ്പോൾ എക്സാമിനാണെങ്കിൽ നമ്മൾ ആൻസർ കഴിഞ്ഞെടുത്ത് ക്വസ്റ്റിലേക്ക് പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. നൗ കാരണം 3 ഇല്ലാത്ത ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ. ടെമ്പറേച്ചറിന് ക്ലോസ്. ഓക്കെ, നൗ നമുക്ക് ഇനി അടുത്ത് പി സ്ക്വയർ വി ഇൻ വേഴ്സസ് വി ആണ് വേണ്ടത് അടുത്ത ഗ്രാഫ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷന് നോക്കൂ, പി വി ഇസ് ഈക്വൽ ടു കെ എന്നല്ലേ. ആ പി വി ഇൻറ്റു പി
ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പി. ശരിയായോ? പി വി ഇസ് ടു കെ, പി കൊണ്ട് അവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പി സ്ക്വയർ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പി. വാട്ട് ഈസ് പി? പി എന്ന് പറഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ വാട്ട് ഈസ് പി? അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? പി എന്ന് പറഞ്ഞാൽ കെ ബൈ വി ആണ്, ആണല്ലോ. ഓക്കെ, പി കെ ഇൻറ്റു പി ആണ്. വാട്ട് ഈസ് പി? ഇറ്റ് ഈസ് കെ ബൈ, അപ്പോൾ ഇവിടെ കെ ഇൻറ്റു വാട്ട് ഈസ് പി? പി ഫ്രം ദിസ് എന്താണ്? ഫ്രം ദിസ് പി ഇസ് ഈക്വൽ ടു കെ ബൈ വി, കെ ബൈ വി. അപ്പോൾ കെ ബൈ വി എന്ന് വരും. അപ്പോൾ പി ഇസ് ഈക്വൽ ടു കെ ബൈ വി. അപ്പോൾ കെ സ്ക്വയർ മീൻസ് അതിനകത്ത് കോൺസ്റ്റൻറ്റ് കെ ഡാഷ് ഇൻറ്റു 1 ബൈ വി എന്നാണ് വരിക. സോ പി സ്ക്വയർ ഇൻറ്റു വി വേഴ്സസ് 1 ബൈ വി എന്ത് വരും? അപ്പോൾ നമുക്ക് ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പി സ്ക്വയർ ഇൻറ്റു വി വേഴ്സസ് 1 ബൈ വി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് സ്ട്രൈറ്റ് ലൈൻ വിത്ത് 0 ഇൻ്റർസെപ്റ്റ് എന്ന് കൊടുക്കാം, പോസിറ്റീവ് സ്ലോപ്പ് എന്ന് കൊടുക്കാം. പക്ഷെ നമ്മൾ ചോദിച്ച ഗ്രാഫ് എന്തെന്നറിയോ? പി സ്ക്വയർ ഇൻറ്റു വി വേഴ്സസ് വി ആണ്. പി സ്ക്വയർ ഇൻറ്റു വി ആൻഡ് വി എങ്ങനെ? ഡയറക്റ്റ് ഇൻവേഴ്സാ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ കൊടുത്താൽ പോരെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഫോർത്ത് വൺ കറക്റ്റായി. വോള്യൂം കൂടുമ്പോൾ പി സ്ക്വയർ ഇൻറ്റു വി അല്ല മാക്സിമം വോൾട്ട് കുറയും. സോ പി സ്ക്വയർ ഇൻറ്റു വി ആൻഡ് 1 ബൈ വി ആണ് റിലേഷൻ വരുന്നത്. 1 ബൈ വിക്ക് ഡയറക്റ്റും വിക്ക് ഇൻവേഴ്സും ആയിരിക്കും. അതോ ഗ്രാഫ് 4 കറക്റ്റായിട്ടുണ്ട്. ഇനി ഏതാണ് അടുത്ത റിലേഷൻസ് ആണുള്ളത് അല്ലേ? അടുത്ത റിലേഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട എന്താണ്? ഡി പി ബൈ ഡി വി ആണ് വേണ്ടത് അല്ലേ? ഡി പി ബൈ ഡി വി. ഇതാ പി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 ബൈ വി. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു അല്ലേ? കെ ഇൻറ്റു 1 ബൈ വി എടുത്ത് മൈനസ് 1 ബൈ വി സ്ക്വയർ. മൈനസ് 1 ബൈ വി സ്ക്വയർ. സോ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 1 ബൈ വി സ്ക്വയർ. നമുക്ക് വേണ്ട റിലേഷൻ എന്താണ്? ഡി പി ബൈ ഡി വിക്ക് പി സ്ക്വയറിൻ്റെ ടൈമിലാണ് വരേണ്ടത്. പി സ്ക്വയർ. ഈ 1 ബൈ വി എന്താണ്? 1 ബൈ വി. 1 ബൈ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി വി ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ വാട്ട് ഈസ് 1 ബൈ വി? ഇറ്റ് ഈസ് പി ബൈ കെ. പി ബൈ കെ. അപ്പോൾ 1 ബൈ വി സ്ക്വയർ മീൻസ് എന്താണ്? ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 1 ബൈ വി ഹോൾ സ്ക്വയർ ആണ്. സോ മൈനസ് കെ ഇൻറ്റു 1 ബൈ വി ആരാ? ഇറ്റ് ഈസ് പി ബൈ കെ ആണ്. പി ബൈ കെയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെയും ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പി സ്ക്വയർ ബൈ കെ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ കെ. ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ മൈനസ് പി സ്ക്വയർ ബൈ കെ. അപ്പോൾ 1 കറക്റ്റാണല്ലോ. 1 കറക്റ്റായി, 4 കറക്റ്റായി. ഇനി അടുത്ത വേണ്ടതാണ് ഡി വി ബൈ ഡി പി. ഡി വി ബൈ ഡി പി. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഈ ചെയ്തതിൽ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 1 ബൈ വി സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഡി വി ബൈ ഡി പിന്ന് എടുക്കണം അവിടുന്ന്. സോ ഫ്രം ദിസ് വാട്ട് ഈസ് ഡി വി ബൈ ഡി പി? ഡി വി ബൈ ഡി പി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ കെ അല്ലേ? മൈനസ് 1 ബൈ കെ ആൻഡ് വി സ്ക്വയർ ആണ്. അപ്പോൾ വി സ്ക്വയർ ബൈ കെ എന്ന് വരും. വി സ്ക്വയർ ബൈ കെ മൈനസ് ഉണ്ടാവേ, മൈനസ് വി സ്ക്വയർ ബൈ കെ. എനിവേ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ പ്ലസ് 0 എന്ന് കൊടുത്താൽ ഇൻ്റർസെപ്റ്റ് 0 ആണ്. ഇൻ്റർസെപ്റ്റ് 0 ആണ്. സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷെ അത് വി സ്ക്വയറിനാണെങ്കിലാണ്. അപ്പം നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിച്ചാൽ ഏത് ടൈപ്പ് ഗ്രാഫ് അവിടെ വരാൻ ചാൻസ് ഉള്ളത്? ഫോർ ദിസ് സിറ്റുവേഷൻ ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ് ഈസ് സ്ലോപ്പ് ഏതാണ്? ഇൻ്റർസെപ്റ്റ് 0 ആണ്. നമ്മൾ വൈ ആക്സിസിൽ ഡി വി ബൈ ഡി പി കൊടുക്കാം. എക്സ് ആക്സിസിൽ വി സ്ക്വയർ ആണ് കൊടുക്കുന്നെങ്കിൽ ഇൻ്റർസെപ്റ്റ് 0 ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ലൈസസ് ലൈക്ക് ദിസ്. ബട്ട് നമ്മൾ ചോദിച്ച ഗ്രാഫ് ഏതാണ്? ഡി വി ബൈ ഡി പി വേഴ്സസ് വി ആണ്. അപ്പം നെഗറ്റീവ് 0 ഇൻ്റർസെപ്റ്റ് ആൻഡ് നെഗറ്റീവ് സ്ലോപ്പ് ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് ട്രൂ അല്ലേ? കറക്റ്റാണ്. നമ്മൾ മാത്സ് അറിയില്ല, എനിക്കറിയില്ല ഗ്രാഫൊക്കെ. അപ്പോൾ ഇതിൽ 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 4 കറക്റ്റാണ്, 3 ആണ് ഇൻകറക്റ്റ് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശരി പ്രൂവ് ചെയ്യാനാണ് സമയം എടുത്തിട്ടുള്ളത്. തെറ്റാന്ന് പറയാൻ വലിയ സമയം എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. Based on following curve,
1 by n dn by du, simply indicating fraction of molecules, fraction അല്ലേ, അങ്ങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റീസ് നമ്മൾ പറയുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണത്, ഫ്രാക്ഷൻ. T1, T2, T3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആണ് വെലോസിറ്റി. ഇത് വെരി സിമ്പിൾ ആണ്, ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്, ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലേ, നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ടുള്ളവരാണ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് സ്പെസിഫൈഡ് എനർജിയാണ്, ഒരു വെലോസിറ്റിയാണ്. ഇവിടെ വെലോസിറ്റി ലോവർ ടെമ്പറേച്ചറിൽ നമുക്കറിയാം, ലോ ടെമ്പറേച്ചറിൽ സീറോ വെലോസിറ്റി ഉള്ള ആരും ഉണ്ടാവില്ല. എല്ലാ ടെമ്പറേച്ചർ സീറോ വെലോസിറ്റി ഉള്ള ആൾക്കാർ എപ്പോൾ സീറോ ആയിരിക്കും. ഗ്യാസ് ആകുമ്പോൾ മിനിമം ഒരു സ്പെസിഫിക് വോള്യം ഉണ്ടാവും. അപ്പോൾ ഒരു വെരി ലോ ടെമ്പറേച്ചറിൽ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് ആയിരിക്കും. T1 ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ഇനി നമ്മൾ ഓരോ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലോ, ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എല്ലാ ഗ്യാസ് മോളിക്യൂളിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ലോ സ്പീഡുള്ള ആളുടെ എണ്ണം കുറേ കൂടെ ചെയ്യുക. സ്പീഡ് കുറഞ്ഞ ആളുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്പീഡ് കുറഞ്ഞവരൊക്കെ എന്ത് ചെയ്തും, വാമപ്പ് ആവില്ലേ, അവരൊക്കെ സ്പീഡ് കൂടി. അപ്പോൾ സ്പീഡ് കുറഞ്ഞ ആളുടെ എണ്ണം കുറയും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാവും. അതായത് സ്പീഡ് കൂടിയ ആളുടെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ നമുക്ക് കിട്ടുക. യെസ്, ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് വാട്ട് ഈസ് T2 അല്ലേ. സോ സ്പീഡ് കുറഞ്ഞ ആളുകളുടെ എണ്ണം കുറഞ്ഞു, സ്പീഡ് കൂടിയ ആളുടെ എണ്ണം കൂടി. ടെമ്പറേച്ചർ ഇനിയും കൂട്ടിയാലോ, യെസ് ലൈക്ക് ദിസ്, ഇനിയും കൂട്ടിയാലോ അല്ലേ, അങ്ങനെ പോകും. ശരിയല്ലേ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, T1, T2, T3യിലേക്ക് ഗ്രാഫ് ബ്രോഡൻ ചെയ്യപ്പെടും. ഗ്രാഫ് ഗെറ്റ് ബ്രോഡൻഡ് ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് lower velocity decreases, number of particles higher velocity increases. ലോവർ സ്പീഡുള്ള ആളുടെ എണ്ണം കുറയും, ഹയർ സ്പീഡുള്ള ആളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ലോവർ സ്പീഡുള്ള ആളുടെ എണ്ണം കുറയും, ഹയർ സ്പീഡിൽ ഫാസ്റ്റ് മൂവിങ് എല്ലാം നമ്പർ കൂടുക ചെയ്യും. കാരണം എല്ലാവരും ഫാസ്റ്റ് ആവില്ലേ. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ റിവിഷൻ, നമ്മുടെ JEE മെയിൻ്റെ റിവിഷൻ്റെ അവസ്ഥ തന്നെയല്ലേ. നമ്മൾ റിവിഷൻ കൊടുത്ത് എന്ത് ചെയ്യും, പിന്നെ കുറച്ചൊക്കെ പിന്നോക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ ഒരു 4-5 നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ, റിവിഷൻ കഴിഞ്ഞാലോ എല്ലാവരും ഉഷാറായി. ഇപ്പോൾ ബിലോ ആവറേജ് ആരുമില്ല, ഒക്കെ ആവറേജ് ആൻഡ് എബോ ആവറേജ് ആയി. നമ്മൾ ഫസ്റ്റ് കോഴ്സ് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ വലിയ പ്രയാസപ്പെടും. നമുക്കൊരു ഫോർമാറ്റോടെ അഡോപ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, കോഴ്സൊക്കെ ചെയ്തവർക്ക് അറിയാം. ശരിയല്ലേ. അപ്പോൾ അവിടെ നമ്മളിത് ഇപ്പോൾ എത്രയോ മെച്ചപ്പെട്ടു. ആഫ്റ്റർ ട്രെയിനിങ് നിങ്ങൾ മോർ എന്താ പറയുക മെച്ചപ്പെട്ടിട്ടുണ്ടാവും. ശരിയല്ലേ. അപ്പം ബിലോ ആവറേജ് ഒന്നും ആരുമില്ല, ഒക്കെ ആവറേജ് ആൻഡ് എബോ ആവറേജ് ആണ്. ഇപ്പോൾ എബോ ആവറേജിൻ്റെ എണ്ണം കൂടി റിവൈസ് ചെയ്യും തോറും എബോ ആവറേജിൻ്റെ എണ്ണം കൂടി വരും. ബിലോ ആവറേജിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യും തോറും സ്ലോ മൂവിങ് പാർട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരും, ഫാസ്റ്റ് മൂവിങ് പാർട്ടുകളുടെ എണ്ണം കൂടി വരും. ശരിയല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ T1, T2, T3 നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ T3 ആണ് ഹയർ ടെമ്പറേച്ചർ ദാൻ T2 ദാൻ T1. T1, T2, T3 ഓപ്ഷൻ C. T1 ലെസ് ദാൻ T2 ലെസ് ദാൻ T3. മനസ്സിലായില്ലേ. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ, ഇതേപോലത്തെ ഒരു ഗ്രാഫ് ഇൻസെർട്ടിൽ മറ്റൊരു ആംഗിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേതെന്നറിയോ, ഇതിപ്പോൾ ഫോർ എ ഗിവൺ ഗ്യാസ് എക്സ് എന്ന ഗ്യാസിൻ്റെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലെ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലേ. ഇതേ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാം, സെയിം ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻസ്, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഫ്രാക്ഷനെ കൊടുക്കാം, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, വെലോസിറ്റിയും കൊടുക്കാം. പക്ഷെ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസ്, മാസ് കൂടിയ ഗ്യാസും മാസ് കുറഞ്ഞ ഗ്യാസും, മാസ് കുറഞ്ഞ ഗ്യാസും. N2 ഗ്യാസ് ആൻഡ് ക്ലോറിൻ ഗ്യാസ്. നൈട്രജന് മാസ് കുറവാണ്, 28 ആണ്. ക്ലോറിൻ മാസ് കൂടുതലാണ്, 71 ആണ്. ഇനി പറയാം, മാസ് കൂടിയ ആളാണ് കുറഞ്ഞ ആളോ ഗിവൺ ടെമ്പറേച്ചർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക. മാസ് കൂടിയ ആൾ സ്ലോയും മാസ് കുറഞ്ഞ ആൾ ഫാസ്റ്റും ആയിരിക്കും. മാസ് കൂടിയ ആൾ സ്ലോയും, അപ്പോൾ സ്ലോ നമ്പർ കൂടുതലായിരിക്കും മാസ് അല്ലേ. അതേസമയം മാസ് കുറഞ്ഞ ആളോ സ്ലോ മൂവിങ് ആരണോ ഒക്കെ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്ലോറിനും ഇത് നൈട്രജനും ആയിരിക്കും. അത് ശ്രദ്ധിച്ചോണ്ടു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന അതേ ഇഫക്റ്റാണ് മാസ് കുറയുമ്പോൾ ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ കൂടുന്ന അതേ ഡിസ്ട്രിബ്യൂഷനിലെ ചേഞ്ചാണ് മാസ് കുറയുമ്പോൾ ഉണ്ടാവുന്നത് ഡിസ്ട്രിബ്യൂഷനിലെ ചേഞ്ച് വരുന്നത്. മാസ് കുറഞ്ഞ ആൾക്ക് ഫാസ്റ്റ് മൂവിങ് നമ്പർ കൂടുതലായിരിക്കും, മാസ് കൂടിയ ആൾക്ക് സ്ലോ മൂവിങ്ങിൻ്റെ നമ്പർ കൂടുതൽ വരും. മനസ്സിലായില്ലേ? ഓക്കെ. Now question number 6. Sixth question നമുക്ക് നോക്കാം. 1 mole sample of O2 gas, 3 moles of H2 gas are mixed isothermally in 125.3 liter container at 125 degrees Celsius.
gaseous mixture undergoes reaction to form water vapors. Assume ideal gas behavior. Then total pressure before and after H2O gas is formed is respectively or respectively. അപ്പോൾ നമുക്ക് നോക്കുക ഇവിടെ രണ്ട് ഗ്യാസ് ഉണ്ട്. gaseous mixture ആണ് N2 gas, O2 gas and H2 gas. So here n number of moles of O2 plus number of moles of H2 initially എത്രയാ? It is 1 plus 3. Total 4 moles ആണല്ലോ. Total എത്രയാ? 4 moles. 4 moles. 4 mole ആണ് ഗ്യാസ് ഉള്ളത്. ഓക്കെ, ഐസോതെർമൽ മിക്സിംഗ് ആണ്. ടെമ്പറേച്ചർ 125 ഡിഗ്രി ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി 4. ടെമ്പറേച്ചർ 125 ഡിഗ്രി മീൻസ് എത്രയാ? 25 298 ആണ്. 125 398 and 398 കെൽവിൻ ടെമ്പറേച്ചർ. പിന്നെ വോളിയം ലിറ്ററിലാണ്. ഇറ്റ് ഈസ് 125.3 ലിറ്റർ. എന്താ കണ്ടുപിടിക്കണ്ടേ? അസ്യൂം ഐഡിയൽ ഗ്യാസ് ബിയർ. ദെൻ ടോട്ടൽ പ്രഷർ ബിഫോർ ആൻഡ് ആഫ്റ്റർ H2O ഫോർമേഷൻ ആണ്. സോ ബിഫോർ ഇതാണുള്ള അവസ്ഥ. ആൻഡ് പി വി ഇസ് ഇക്വൽ ടു എൻ ആർ ടി ഓർ പി ഇസ് ഇക്വൽ ടു എൻ ആർ ടി ബൈ വി. ശരിയല്ലേ? എൻ എത്ര? നമ്പർ ഓഫ് മോൾ എത്രയാ? എൻ നമ്പർ ഓഫ് മോൾ ഇവിടെ എത്ര വരുന്നത്? 4 അല്ലേ? 4 ഇൻറ്റു ആർ എത്ര? ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ലിറ്ററേറ്റിയമിലാണല്ലോ, അതോ ബാറിലാണ് ആൻസർ? ബാറില്ല. 0.083 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? ഇറ്റ് ഇസ് 398 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാ? ഇറ്റ് ഇസ് 125.3 ലിറ്റർ ഇസ് ഈക്വൽ ടു. ആ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ജസ്റ്റ് ട്രൈ യുവർ സെൽഫ്. അല്ലെ 4 ഇൻറ്റു 0.08 ഇൻറ്റു 398 398 മീൻസ് 400 കൂട്ടിക്കോളി. 400 എന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മളങ്ങനെയല്ല, അപ്രോക്സിമേറ്റ്ലി 400. അപ്പോൾ ഇത് 400 ആണെങ്കിൽ ഇത് 0.08 എന്നുള്ള 8.3 ആയി, 4 ആയി. 4 into 4 16. 16 ഇൻറ്റു 8.3 ബൈ 125 ഇതിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ 4 into 4 16 ഇൻറ്റു 8. 16 ഇൻറ്റു 8. ആ 16 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 80 ആൻഡ് 48. അപ്പോൾ 128 അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വാല്യൂ 128 അപ്രോക്സ് 1 ആയില്ലേ? നിയറർ ടു 1. സോ 1.056 ആവാം. 1.056 അതാണ് ബിഫോർ. ശരിയല്ലേ? ഇനി ആഫ്റ്റർ എത്ര എന്നാണ് അറിയേണ്ട? ആഫ്റ്റർ ഇവിടെ നമ്മൾ മിക്സ് ചെയ്തു. അണ്ടർഗോസ് റിയാക്ഷൻ എന്നാ പറഞ്ഞു. റിയാക്ഷൻ ആയിട്ട് തമ്മില H2 ഗ്യാസ് റിയാക്ട് വിത്ത് O2 ഗ്യാസ് ആൻഡ് ഫോംസ് H2O. സ്റ്റോഷിയോമെട്രി 2H2 O2 2H2O. ഇനീഷ്യലി 1 mole O2 and 3 mole H2 മിക്സഡ് റിയാക്റ്റഡ്. ഇവിടെ റിയാക്ഷൻ്റെ സ്കീം എങ്ങനെയാണ് വരിക? 2:1 ആണ് സ്റ്റോഷിയോമെട്രിക് റിക്വയർമെൻറ്റ്. -2 mole റിയാക്റ്റഡ്, -1 mole plus 2 mole ഫോംഡ്. റിമൈനിങ് amount 3 - 2 1 mole H2 റിമൈനിങ് ആൻഡ് 2 mole വാട്ടർ ഫോംഡ്. വാട്ടർ അല്ല, വാട്ടർ വേപ്പറാണ്. അപ്പോൾ ടോട്ടൽ മോൾസ് ഓഫ് ഗ്യാസ് ആഫ്റ്റർ റിയാക്ഷൻ എത്രയാ? 3 മോളേ ഉള്ളൂ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഈസി അല്ലേ? ഇവിടെ 4 മോളിന് കറസ്പോണ്ടിങ് 1.054 ആണ്. 4 മോൾ ഗ്യാസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാ? 1.056 ആണ്. അപ്പോൾ 3 മോളിന് കറസ്പോണ്ടിങ്ങോ? അത് 1.056 ബൈ 4 ഇൻറ്റു 3 കൊടുത്താൽ പോരെ. 1ൻ്റെ 3/4 എത്രയാ? 75% അല്ലേ? യെസ്. അപ്പോൾ 0.0792. ഓപ്ഷൻ എന്ത് കൊടുക്കാം? ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ 0.79 ഏകദേശം ധാരാളല്ലേ? നമുക്ക് അതല്ല, കൂടുതൽ മാച്ച് ആവണ ഓപ്ഷനേ ഉള്ളൂ. സോ 1.056 ആൻഡ് 0.0792. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ചെയ്ത് മനസ്സിലായില്ലേ? അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ്റെ ഇനീഷ്യലി എടുക്കുന്ന പ്രഷർ എത്രയാണെന്നും ആഫ്റ്റർ റിയാക്ഷൻ പ്രഷർ കുറഞ്ഞു എന്നും. കുറയുള്ള കാരണം എന്താണ്? ഒരുങ്ങുന്ന റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിക്രീസ് ചെയ്തു, സോ പ്രഷർ ലോവർ ചെയ്തു. ഇനി ഇവിടെ ഞാൻ ഈ ട്രിക്കാട്ടോ യൂസ് ചെയ്തത്. കാരണം ഇവിടെ ടോട്ടൽ വോള്യൂം ഓക്യുപ്പൈഡ് വോള്യൂം മാറുന്നില്ല, ടെമ്പറേച്ചർ മാറുന്നില്ല. വോള്യൂം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ യൂസ് ചെയ്ത ഐഡിയ? ഞാൻ യൂസ് ചെയ്ത ഐഡിയ എന്താണ്? P പ്രൊപ്പോർഷണൽ ടു N എന്നാ. സോ P1/P2 = N1/N2. ശരിയല്ലേ? ആ ഐഡിയ മതി. എന്നാൽ അതല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം? P = nRT/V എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? N3 കൊടുത്തിട്ട് നേരത്തെ അതേപോലെ കാൽക്കുലേഷൻസ് ചെയ്യണം. അത് ഡിഫിക്കൽട്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. നമ്പർ 7. According to Graham's law, at given temperature, the rate of diffusion of gases RA/RB is given by, in terms of P and M ആണ്. P for partial pressure and M for molar mass. ഇവിടെ ഗ്രഹാംസ് ലോയുടെ കൺസെപ്റ്റ് ഇതാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ
is directly proportional to അല്ല inversely proportional square root of molar mass. At constant temperature and pressure ആണ്. And again, for a given gas, rate of diffusion directly proportional to pressure ആണ്. For a given gas and given temperature. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എന്താണ്, ഇത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഇത് ടെമ്പറേച്ചറും മാസും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ, അപ്പോൾ രണ്ടിൻ്റെ ഡിപ്പെൻഡൻസ് നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലോ, പ്രഷറും മാസും വേരി ചെയ്യിച്ചാലോ. അപ്പോൾ ടെമ്പറേച്ചർ മാത്രമാണ് കോൺസ്റ്റൻ്റ് എങ്കിലോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആൻഡ് 1/m. ഇതാണ് റിലേഷൻ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു പി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്, സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ്. അപ്പോൾ എന്താ വരിക, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് എ ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ബി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ബി ഇൻറ്റു റൂട്ടിനകത്ത് മോളാർ മാസ് ഓഫ് ഗ്യാസ് ബി ബൈ മോളാർ മാസ് ഓഫ് ഗ്യാസ് എ. That is PA by PB into MB by NA raised to half. Option A is the answer. Graham's law of diffusion. ഓക്കെ, അത് ഈസി അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ അബദ്ധത്തിലേക്ക് ചാടൽ എങ്ങനെയാണെന്ന് അറിയോ, ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു അബദ്ധത്തിലേക്ക് ചാടലുണ്ട്. മക്കൾ പൊതുവെ ഡൗട്ടൊക്കെ വരാറുണ്ട്. എന്താ ചോദിച്ചാൽ ഈ ഡെൻസിറ്റിയുമായിട്ട് നമ്മളിതിന് കണക്ട് ചെയ്യും. ഈ PM = DRT എന്നൊരു ഫോർമാറ്റ് ഉണ്ട് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ. അപ്പോൾ മോളാർ മാസ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡെൻസിറ്റി നമ്മളോട് പറയുന്നുണ്ട് ഇല്ലേ, മോളാർ മാസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. അപ്പോൾ ഇവർ ഈ റിലേഷനിൽ ഇപ്പോൾ നമ്മൾ ഗ്രഹാംസ് ലോ ആർ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഇൻവേഴ്സ്ലി ടു മോളാർ മാസ് അല്ലേ, അപ്പോൾ അതിനെന്ത് ചെയ്യും, ആർ പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് എഴുതും. ഇനി മറ്റൊരു ആംഗിൾ പറയുമ്പോൾ ഈ ഡെൻസിറ്റിയും പ്രഷറും എന്താണ്, ഇവിടെ നോക്കിയിട്ട് വരും എന്ന് പറയും, ഡെൻസിറ്റിയും പ്രഷറും പ്രൊപ്പോർഷണൽ അല്ലേ എന്ന് പറയും. അപ്പോൾ അവിടെ എന്ത് കൊടുക്കും, അവിടെ പി കൊടുക്കും. ഡെൻസിറ്റി ആൻഡ് പ്രഷർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അപ്പോൾ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ പ്രഷർ എങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രഷർ ഡയറക്റ്റ്ലി വരിക എന്നാണ് ചോദ്യമായിട്ട് വരിക. അത് അബദ്ധമാണ്. ഇവിടെ നമ്മൾ മോളാർ മാസിനെ മാത്രം ഡിഫൈൻ ചെയ്യുന്ന ഏത് കണ്ടീഷനിലാണ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റന്റ് കണ്ടീഷനിലാണ്. പ്രഷറിന് മാത്രം പ്രൊപ്പോർഷൻ വരുന്നപ്പോൾ ടെമ്പറേച്ചറും മോളാർ മാസും കോൺസ്റ്റന്റ് ആണ് സമയത്താണ്. രണ്ട് ഡിപ്പെൻഡൻസാണ്. മോളാർ മാസ് മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന കോൺസെപ്റ്റ് എപ്പോഴാണ്, അത് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിൽ മാത്രമാണ്. അത് പ്രഷർ വേരിയേഷൻ അല്ല അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മോളാർ മാസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കേസ് വരുന്നത്. പ്രഷർ മാറുന്ന സമയത്തോ മസ്റ്റായിട്ടും പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇത് ഡയറക്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്ത് മിസ് ഡയറക്റ്റ് ചെയ്ത് പോകരുത്, തെറ്റാണ് കേട്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. The heat of combustion of ethanol and heat of formation of water and carbon dioxide at 200 Kelvin are -1367, -285.9 and -393.4 kilojoule per mole respectively. Calculate heat of formation of ethanol at 290 Kelvin. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, മീൻസ് സെൻസിറ്റിവിറ്റി തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഓഫ് കമ്പഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ഓഫ് കമ്പഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തമ്മിലുള്ള കണക്ഷന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് എത്തനോൾ അല്ലേ, അപ്പോൾ എത്തനോളിൻ്റെ കമ്പഷൻ റിയാക്ഷൻ നമ്മൾ എഴുതണം. എത്തനോളിൻ്റെ കമ്പഷൻ പ്രോസസ് C2H5OH ethanol plus oxygen giving CO2 and H2O. ശരിയാണല്ലോ. ഇവിടെ ഇത് ബാലൻസ് ആയോ? ഇത് ബാലൻസ് ഒന്നും ആയിട്ടില്ല. ഒന്ന് ബാലൻസ് ചെയ്താലോ, ഇവിടെ ഹൈഡ്രജൻ 5+1 6 ഉണ്ട്, അവിടെ H2O. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു എത്ര കൊടുക്കേണ്ടി വരും, ആ കാർബൺ ബാലൻസിന് 2 CO2 കൊടുക്കാം, ദെൻ 3 H2O കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 3 × 2 ഹൈഡ്രജൻ 6 ആയി, കാർബൺ 2 ആയി, ടോട്ടൽ ഓക്സിജൻ എത്രയാണ് 3 + 2 × 2 4 7 ആണുള്ളത്. അപ്പോൾ 3O2 കൊടുത്താൽ 3 + 7 ആയിട്ടുണ്ട്. കറക്റ്റ് ആയല്ലോ. C2H5OH + 3O2 gives 2 CO2 and 3 H2O. ഇനി for this reaction, what is enthalpy of the reaction is equal to enthalpy of formation of product minus enthalpy of formation of reactant. ഇവിടെ enthalpy of reaction given ആണ്, heat of combustion തന്ന് കമ്പഷൻ ആണ് പ്രോഗ്രാം, അതിൻ്റെ ഹീറ്റ് ഗിവൺ ആണ് -1367 കിലോ ജൂളാണ് കേട്ടോ. ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള എല്ലാം കിലോ ജൂൾ തന്നെ. അപ്പോൾ നമ്മൾ യൂണിറ്റ് മാറ്റുന്നു വേണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ.
എന്തൽപ്പി ഓഫ് ഫോർമേഷൻ പ്രൊഡക്റ്റ് രണ്ടാളുണ്ട്, 2 മോള് CO2 3 മോള് H2O ഉണ്ട്. 1 മോള് CO2യുടെ വാല്യൂ എത്രയാണ്? CO2 കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ 285 ആണ്, CO2 393 ആണ്. അപ്പോൾ 2 മോള് CO2 ഇല്ലേ, അപ്പോൾ 2 ഇൻറ്റു -393.4 അത് CO2 ആയി, പ്ലസ് വാട്ടർ എത്ര 3 മോളല്ലേ ഉള്ളത്, 1 മോള് -285.9 അല്ലേ, 3 ഇൻറ്റു -285.9 ഇത് ആരായി? ഇത് റിയാക്റ്റൻ്റ് അല്ല പ്രൊഡക്റ്റായി. മൈനസ് റിയാക്റ്റൻ്റ് ആരാ? എത്തനോളാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H5OH എത്തനോൾ ആളുടെ അറിയില്ല. പിന്നെ ഓക്സിജൻ വേണ്ട, എലമെൻ്റൽ സ്റ്റേറ്റിൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എത്തനോൾ ഈസ് ഈക്വൽ ടു ഈ 2 വാല്യൂ നമ്മളൊന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം അല്ലേ, 2 ഇൻറ്റു -393.4 പ്ലസ് 3 ഇൻറ്റു -285.9 പ്ലസ് എന്ത് വരും? പ്ലസ് ഇതിപ്പുറം വന്നാൽ പ്ലസ് ആവില്ലേ, 1367 എന്ന് വരും. അപ്പോൾ സോൾവ് ചെയ്തോളൂ. യു വിൽ ഗെറ്റ് എത്ര വരും ആൻസർ? -277.5 കിലോ ജൂൾ എന്ന് വരും. -277.5 കിലോ ജൂൾ. എളുപ്പമല്ലേ? എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു, ഡിസ്ക്രൈബ് ചെയ്തു, തന്നിട്ടുള്ളവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്ത് ജസ്റ്റ് കാൽക്കുലേഷൻ. സോ ദി ആൻസർ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. In 20 ml 0.4 molar HA solution, HA being an acid, I think, 8 ml water is added. Assuming volume to be additive, pH of final solution is HA എന്ന KA for HA തന്നിട്ടുണ്ട്. KA acid dissociation constant, ഇക്ലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻ. KA എന്താണ്? Acid dissociation constant. HA is a weak acid, 4 to 10⁻⁻7. ലോഗോട്ടോടെ വാല്യൂ ഗിവൺ ആണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് KA നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡാണ്. ഒരു വീക്ക് ആസിഡിൻ്റെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു വീക്ക് മോണോപ്രോട്ടിക് ആസിഡ് നിങ്ങൾക്ക് അറിയോ? ഒരു വീക്ക് മോണോപ്രോട്ടിക് ആസിഡ് HA gives H+ and A-, ഇനീഷ്യൽ എമൗണ്ട് C00 ആ ഡെറിവേഷൻ ഇങ്ങനെ ചെയ്ത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ C- C∝ അറ്റ് ഇക്വിലിബ്രിയം C∝ അല്ലേ, ആൻഡ് KA is equal to C∝² - α approximately equal to C∝². or again from this alpha is equal to root KA/C. ഇതെല്ലാം നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. root KA/C∝. For the equilibrium H+ concentration is equal to, അവിടെയാണ് നമ്മുടെ പോയിന്റ്. H+ concentration at equilibrium എന്താ വരിക? For a weak monoprotic acid, weak monoprotic acid ആ ഒരു ലെവലിൽ നമ്മൾ ഡെറിവേഷൻ ടെക്സ്റ്റോ നോട്ടോ മറിച്ച് കാണാൻ കഴിയും നിങ്ങൾക്ക്. H+ concentration is equal to C∝ is equal to root KA into C. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് pH ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് KA തന്നിട്ടുണ്ട്. C എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്, അല്ല കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ KAയും C-യും സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് H+ കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് നേരെ നെഗറ്റീവ് ലോഗരിതം കൊടുക്കുക. ഓൺ പുട്ടിങ് അപ്ലൈങ് നെഗറ്റീവ് ലോഗരിതം യു വിൽ ഗെറ്റ് ½ into pKa minus log C. എന്തായാലും C കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ ആസിഡ് HA വാട്ട് ഈസ് M1? ഇറ്റ് ഈസ് 0.4 മോളാർ. വാട്ട് ഈസ് M2? അതറിയില്ല, കണ്ടുപിടിക്കണം. V1 എത്രയാ? 20 ml. വാട്ട് ഈസ് V2? ഫൈനൽ വോള്യം 20 + 80 100 ml. വാട്ട് ഈസ് മൊളാരിറ്റി M2? is equal to M1 V1 by V2. ശരിയല്ലേ? ഇറ്റ് 0.4 into V1 എത്രയാ? 20 by 100. അപ്പോൾ എത്ര വരിക? ഇറ്റ് ഈസ് 20 by 100 0.2 0.4 0.08 മോളാർ. അപ്പോൾ സിയുടെ വാല്യൂ 0.08 ആണ്. ഇനി KA തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് pKa? നെഗറ്റീവ് ലോഗ് 4 to 10⁻⁻7. എത്ര വാല്യൂ വരിക? log 4 എത്രയാ? log 2 0.3. log 4 2 log 2 ആണ്.
minus 0.6 plus 7 is equal to 6.4. pk get 6.4. So now it is equal to half into pk എത്രയാ? It is 6.4 minus log c എത്രയാ? c 0.08 ആണ്. log 8 into 10 raised to minus 2. log 8 into 10 raised to minus 2 എത്ര വാല്യൂ വരിക? log 8 into 10 raised to minus 2. log 8 എന്ന് പറഞ്ഞാൽ 8 2 ക്യൂബ് അല്ലേ? 3 log 2 ആ 0.9 ആ വരിക. 0.9 plus minus 2. 0.9 minus 2. It is 1.1 എന്ന് വരും. It is 1.1. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു 6.4 മൈനസ് 1. മൈനസ് മീൻസ് പ്ലസ് ആയില്ലേ? 1.1 ആയി. 6.4 പ്ലസ് 1.1. 6.4 പ്ലസ് 1.1. ഓക്കെ അല്ലേ? അപ്പോൾ 6.4 1.1 ആണ് 7.5. 7.5 by 2. 7.5 by 2 is equal to 3.75. Option B. 3.75. Option B is the answer. മനസ്സിലായില്ലേ? ഇവിടെ എന്താ നമ്മൾ ചെയ്തുള്ളൂ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഒന്ന് HA എന്ന ആസിഡാണ്, ആള് വീക്ക് ആസിഡാണ്. പക്ഷേ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടില്ല. നിങ്ങൾ ഇനീഷ്യലി ആളുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ബട്ട് ഫൈനൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടില്ല. എനിക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആസിഡിൻ്റെ ഡൈല്യൂട്ടഡ് സ്റ്റേറ്റിലുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചു. M1 V1 ഈക്വൽ ടു M2 V2 ഫോർമാറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു? ആസിഡിൻ്റെ മൊളാരിറ്റി കണ്ടുപിടിച്ചു. പിന്നെ ഫോർ എ വീക്ക് മോണോപ്രോട്ടിക് ആസിഡ് H+ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫയാണ്. C ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് KA ഇൻറ്റു C. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ KA ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇൻറ്റു സിയും കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ലോഗരിതം കാണേണ്ടി വരും. എന്തായാലും വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ pH is equal to half into pk minus log c എന്ന ഫോർമാറ്റിൽ pk സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, log c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടായാലും കുറച്ച് സിമ്പിൾ ബട്ട് ലെങ്തി കാൽക്കുലേഷൻ ഉണ്ട്. സോ ദി ആൻസർ ഇസ് 3.75. ഒരു സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പി കെയോ കെൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വീക്ക് ആസിഡ് ആകുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ഡിസോസിയേഷൻ അല്ല, ഓൺലി പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമാണ്. ആ ഒരു ഡിസോസിയേഷൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാത്തത് കൊണ്ടാണ് കെ എ അല്ലെങ്കിൽ പി കെയുടെ യൂസ് അവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ ഒരു വീക്ക് ആസിഡിൻ്റെ കേസിൽ, ഒരു വീക്ക് ബേസിൻ്റെ കേസിൽ H+ കോൺസെൻട്രേഷൻ മോണോപ്രോട്ടിക് ആണെങ്കിൽ C ആൽഫയാണ്. C ആൽഫ എന്ന് പറഞ്ഞാൽ റൂട്ട് KA ഇൻറ്റു C ആണ്. ഓർ അഗൈൻ pH is equal to half into pKa മൈനസ് log C ആണ്. ഇത് നമ്മൾ വീക്ക് മോണോപ്രോട്ടിക്കനായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡിറൈവ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇത് വീക്ക് ആസിഡ്സിൻ്റെ കേസ്. അതുപോലെ വീക്ക് ബേസിസ് ആണെങ്കിലോ OH is equal to C alpha or is equal to root KB into C, and POH is equal to half into PKB minus log C. Okay. Now, question number 10. Solubility in molarity of sparingly soluble salt MX, MX2, MX3 in water are same. The order of KSP, MX, MX2 and MX3 is. ഇവിടെ solubility of sparingly soluble salt ആണ് തന്നിട്ടുള്ളത്. ഈ മൂന്ന് സാൾട്ടിൻ്റെ സൊല്യൂട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യും, ഒരു പണിയുമില്ല. MX ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗീവ്സ് M+ ആൻഡ് X-. where KSP is equal to S square. What is S? Solubility. S into S, S square. And MX2 type ആണെങ്കിലോ, MX2 ആണെങ്കിലോ M2 plus 2x മൈനസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? S into 2s into square. 2s into square 4s square. 4s into square into s 4s cube. KSP is equal to 4s cube. And MX3 എന്ന് പറഞ്ഞാലോ giving M3 plus 3x minus. where KSP is equal to, ഇവിടെ ഇയാൾ എസും അയാൾ 3s. 3sൻ്റെ ക്യൂബ് 3 ക്യൂബ് 9 27. 27 s raised to 3 into s raised to 4. 27 s raised to 4 ആണ്. ഇവിടെ എസിൻ്റെ വാല്യൂ എല്ലാവർക്കും സെയിം ആണ്. എല്ലാവരുടെയും സൊല്യൂബിലിറ്റി എന്താണ്? ഓൾ ദീസ് ഹാവിങ് സെയിം സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റീസ് ആർ സെയിം. ഓക്കെ. അപ്പോൾ ഇവിടെ KSP 27 s raised to 4 അല്ലേ? അപ്പോൾ എസ് സൊല്യൂബിലിറ്റി എല്ലാവർക്കും ഈക്വൽ ആണെങ്കിൽ S സ്ക്വയർ ആണോ S ക്യൂബ് ആണോ S raised to 4 ആണ് ലാർജ്? നോർമലി നമ്മൾ എന്ത് പറയും? S raised to 4 4th പവർ അല്ലേ ലാർജ്? S raised to 4 ലാർജ് ദാൻ S ക്യൂബ് ലാർജ് ദാൻ S സ്ക്വയർ. ഇത് ശരിയാണോ? പക്ഷേ ഇത് തെറ്റാണ്.
എങ്ങനെ? ഇത് സ്പാരിംഗ്ലി soluble സാൾട്ട് അല്ലേ? ഫോർ സ്പാരിംഗ്ലി soluble സാൾട്ട് സൊല്യൂട്ട് ഈസ് ലെസ് ദാൻ 0.01 മോളാർ ആണ്. പക്ഷേ എസിൻ്റെ വാല്യൂ 10⁻³ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എസ് സ്ക്വയർ എത്ര വരിക? 10⁻⁻6. ഓ, വാല്യൂ ചെറുതായില്ലേ? അപ്പോൾ എസ് ക്യൂബ് എന്താ വരിക? 10⁻⁹ ആയില്ലേ? S⁴ എന്താ വരിക? 10⁻12 ആയില്ലേ? അപ്പോൾ ഏതാ ഓർഡർ വരിക? എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എസ് ക്യൂബ് ഗ്രേറ്റർ ദാൻ S⁴ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ വരുന്ന ആളാരാ? എം എക്സിനാണ് KSP കൂടുതൽ. എം എക്സിന് ഹയർ ദാൻ എവിടെ വരിക? എം എക്സ് ഹയർ ദാൻ ഹയർ ദാൻ MX2. ഓപ്ഷൻ ഡി. അത് MX3 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആയല്ലേ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ട്, ഇഫ്താർ ബ്രേക്ക് ആണ്. അതിനുശേഷം എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ദെൻ.
ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. 2 moles of an ideal gas is isothermally compressed in 2 stages starting from 1 atm 20 liter to 10 liter at external pressure P1, then up to 2 liter external pressure P2. Find work done in the process. ഒരു 2 സ്റ്റേജ് പ്രോസസ്സാണ്, ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 2 moles of an ideal gas is isothermally compressed into 2 stages starting from. അപ്പോൾ സ്റ്റേറ്റ് 1 ഫേസ് 1 എന്താണ്? 1 atm പ്രഷർ. P1 എത്രയാണ്? ഇറ്റ് ഈസ് 1 atm ആണ്. ആ സമയത്ത് വോള്യൂം എത്ര? V1 ഇറ്റ് ഈസ് 20 ലിറ്റർ. ഓക്കെ, അവിടെ നമ്മൾ അതിനെന്താണ് കംപ്രസ് ചെയ്യുകയാണ്. സ്റ്റേജ് 1 കംപ്രഷൻ. അപ്പോൾ സ്റ്റേറ്റ് 2ലേക്ക് അവർ എത്തുന്നു. വേർ വോള്യൂം ഇസ് ഈക്വൽ ടു 10 ലിറ്റർ. വോള്യൂം എത്രയാണ്? 10 ലിറ്റർ ആണ്. അതിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ P1 എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പ്രഷർ P1 എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് നമ്മളുടെ കണക്കിൽ പ്രഷർ P2 ആണ്. P2 എത്രയായിരിക്കും? അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് ഫിക്സഡ് ആണ്, ഐസോതെർമലി ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയാലും PV പ്രൊപ്പോർഷണലാണ്. സോ P1 V1 ബൈ V2 ഇസ് ഈക്വൽ ടു P2 അല്ല, P1 V1 ഈക്വൽ ടു P2 V2 ആണ്. അപ്പോൾ P1 V1 ബൈ V2 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? P1 എത്രയാണ്? 1 × 20 ബൈ 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2 atm ആണ് അവൻ കംപ്രസ്ഡ് സ്റ്റേറ്റിൽ. P1 എക്സ്റ്റേണൽ പ്രഷർ 2 atm ആണെന്ന് മനസ്സിലായി. ഇനി ഫേസ് 3 എന്താ നോക്കാം. സ്റ്റേജ് 3 അങ്ങനെ സ്റ്റേജ് 2 അറ്റ് എക്സ്റ്റേണൽ പ്രഷർ P1 ദെൻ അപ് ടു 2 ലിറ്റർ. അപ്പോൾ V3 എന്ന് പറഞ്ഞാൽ എന്താണ്? V3 ഇറ്റ് ഈസ് 2 ലിറ്റർ ആണ് V3. ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ P2 എന്നാണ് പറഞ്ഞത്, P2. അപ്പോൾ അവിടെ സ്റ്റേജ് 2 നിന്ന് 3ലേക്കാണ് അവിടെ ചേഞ്ച് അടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രഷർ നമുക്ക് P3 എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് P2 V2 ബൈ V3 എന്നല്ലേ കൊടുക്കണ്ടേ? ആണ് P2 V2 ഈക്വൽ ടു P3 V3. അപ്പോൾ എത്ര വരെ? P2 ഇറ്റ് ഈസ് ടു 2 × 10 ബൈ 2. 2 × 10 ബൈ 2 ഈസ് ഈക്വൽ ടു 2 atm. നമുക്ക് P1 V1 ഉണ്ട്, P2 V2 ഉണ്ട്, ആൻഡ് P3 V3 ഉണ്ട്. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ആണ്. അപ്പോൾ 2 ഫേസിലെയും 2 ചേഞ്ചിനും കറസ്പോണ്ടിങ് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വർക്ക് ഡൺ W1, ഇവിടെ ഇറ്റ് ഈസ് W2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്തോളൂ, കിട്ടൂലേ? 2 വർക്ക് ഡണ്ണും. വാട്ട് ഇസ് W? ഇറ്റ് ഈസ് മൈനസ് P ഡെൽറ്റ V അല്ലേ. സോ W ടോട്ടൽ ഈസ് ഈക്വൽ ടു W1 പ്ലസ് W2 ആണ്. സോ മൈനസ് P ഡെൽറ്റ V. ഫോർ എക്സ്റ്റേണൽ പ്രഷർ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വോള്യൂം ചേഞ്ച് 20 × 10 10 - 20 ആണ്. സോ -2 × ഡെൽറ്റ V എത്രയാണ്? 10 - 20 ഇറ്റ് ഈസ് -10 ആണ്. ഓക്കെ, പ്ലസ് വാട്ട് ഇസ് W2? മൈനസ് P എക്സ്റ്റേണൽ പ്രഷർ. സോറി, ഇവിടെ 10 ആണല്ലേ. 10 2 × 2 ക്യാൻസൽ ചെയ്താൽ 10 അല്ലേ വരും. ഓക്കെ 10. സോ എക്സ്റ്റേണൽ പ്രഷർ -10 മൈനസ് P ഡെൽറ്റ V. ഡെൽറ്റ V എത്രയാണ്? 2 - 10 8 ആണ് വരിക. -8. ഓക്കെ, അപ്പോൾ ഇത് -2 × -10 ഇറ്റ് ഈസ് 20 പ്ലസ് 80 ഇറ്റ് ഈസ് ഈക്വൽ ടു 100 ലിറ്റർ ATM വരെ. 100 ലിറ്റർ ATM. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇപ്പോൾ 2 സ്റ്റേജ് ഉണ്ട് എന്നുള്ള 2 ഫേസ്, 2 ചേഞ്ച് അല്ലേ. സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്ക്, സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 3ലേക്ക്. സ്റ്റേറ്റ് 1 × 2ലേക്കുള്ള ചേഞ്ചിന് കറസ്പോണ്ടിങ് വർക്ക് പ്രഷർ വോള്യൂം വർക്കാണ്. 2 നിന്ന് 3ലേക്കുള്ള പ്രഷർ വോള്യൂം വർക്ക് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും അതിൽ ചെയ്യാനൊന്നുമില്ല. ലോജിക്കലി അത്ര വലിയ ടഫൊന്നുമല്ല, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ 12. For the decomposition reaction N2O at equilibrium, the equilibrium constant is given 0.12 atm ആണ് at 290 Kelvin. The total pressure of the system is 2 atm. Since the equilibrium pressure is given 2 atm, what will be the value of degree of dissociation of N2O4? ഇവിടെ N2O4 എന്ന ഗ്യാസിൻ്റെ ഡികമ്പോസിഷൻ റിയാക്ഷൻ N2O4 gives റിയാക്ഷൻ എന്താ വരിക? N2O4 gives 2NO2. N2O4 gives 2NO2. ഇതാണ് ഗ്യാസ് ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ദിസ് വൺ ഗ്യാസ്, ഇയാളും ഗ്യാസ് തന്നെയാണ്, ശരിയല്ലേ? ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP given ആണ് 0.12 atm ആണ്. ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അത് തന്നിട്ടുണ്ടല്ലേ, ആൽഫയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കെ പിയും ടോട്ടൽ പ്രഷർ പിയും ആൽഫയും തമ്മിലുള്ള കണക്ഷൻ വേണം. കെ പിയും പിയും ആൽഫയും, കെ പിയും പിയും ആൽഫയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് വേണം ഉണ്ടാക്കണം, റിലേഷൻ ഉണ്ടാക്കണം. ആ റിലേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം, കെ പിയും പിയും ആൽഫയും. അതെങ്ങനെ ഉണ്ടാക്കുക? ആൽഫ മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവിൽ നമുക്ക് ഇതിനൊന്ന് അപ്രോച്ച് ചെയ്യാം. N2O4 ഗീവിങ് 2NO2. അപ്പോൾ നമുക്കറിയാം ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇനീഷ്യൽ എമൗണ്ട്. അപ്പോൾ ഇനീഷ്യൽ നമുക്ക് എന്ത് വേണേലും എടുക്കാം. ഐ സിംപ്ലി ടേക്കൺ 1 mole N2O4 is taken where NO2 is 0 mole. The reaction proceeded where alpha is the degree of dissociation. The amount dissociated is 1 into alpha, 1 alpha. So minus alpha dissociated plus 2 alpha formed. 1:2 അല്ലേ സ്റ്റോഷിയോമെട്രി. സോ 1 മോളിൽ 1 into alpha എത്രയാണ്? 1 alpha റിയാക്റ്റഡ് ആണ്. ആ സമയം 2 alpha ഫോംഡ് ആണ്. Now remaining amount at equilibrium പറഞ്ഞോളൂ. 1 minus alpha and 2 alpha. അപ്പോൾ 1 minus alpha മോൾ N2O4ഉം 2 alpha മോൾ NO2ഉം ഉണ്ട് ഇക്വിലിബ്രിയത്തിൽ. ശരിയല്ലേ? ഇനി എന്ത് വേണം നമുക്ക്? ഇവിടെ N2O4ൻ്റെയും NO2യുടെയും പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കെ പിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. വി നോ കെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് NO2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 ആണ് കെ പി. പാർഷ്യൽ പ്രഷർ ഓഫ് NO2 സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4. പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റ് പാർഷ്യൽ പ്രഷർ റേഷ്യോ അല്ലേ? ആൻഡ് അഗെയിൻ വി നോ പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ ആണ്. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇവിടെ ടോട്ടൽ മോൾസ് എത്ര? എൻ ടോട്ടൽ എത്രയാണ്? 1 മൈനസ് ആൽഫ മോള് N2O4 ഉണ്ട്, 2 ആൽഫ മോൾ ആരുണ്ട്? NO2 ഉണ്ട്. ടോട്ടൽ സം ചെയ്താൽ 1 മൈനസ് ആൽഫ പ്ലസ് 2 ആൽഫ, 1 പ്ലസ് ആൽഫയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് N2O4 ഇൻറ്റു പി ടോട്ടൽ എന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ എന്താ വരിക? നമ്പർ ഓഫ് മോൾസ് ഓഫ് N2O4 1 മൈനസ് ആൽഫ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ. പി എത്രയാണ്? പ്രഷർ ഓഫ് ദി സിസ്റ്റം 2 അല്ലേ തന്നെ 2. അപ്പോൾ ഇവിടെ പി എത്ര വാല്യൂ? ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഇറ്റ് ഈസ് 2 ആണ്. സോ ദാറ്റ് ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ. അതാണ് എന്ത്? പാർഷ്യൽ പ്രഷർ ഓഫ് N2O4. ഇതേപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് NO2 എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് 2 ആൽഫ നമ്പർ ഓഫ് മോൾസ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ പറയുമ്പോൾ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് NO2 ബൈ ഇൻറ്റു പി ടോട്ടൽ അല്ലേ? അതെങ്ങനെ കിട്ടുക? മോൾ ഫ്രാക്ഷൻ ഓഫ് NO2 എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് 2 ആൽഫ ബൈ 1 പ്ലസ് ആൽഫ. സോ 1 പ്ലസ് ആൽഫ ഇൻറ്റു ടോട്ടൽ പ്രഷർ 2. അപ്പോൾ 4 ആൽഫ ബൈ 1 പ്ലസ് ആൽഫ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ റിലേഷൻസ് ഇല്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? പാർഷ്യൽ പ്രഷർ ഓഫ് NO2 അതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ 2 ഇൻറ്റു 2 4 ആൽഫ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ അല്ലേ? 4 അങ്ങോട്ട് 4 ആൽഫ 2 ഇൻറ്റു 2 4 ആൽഫ സ്ക്വയർ വേണം, ഇതിൻ്റെ സ്ക്വയർ വേണം അല്ലേ? അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2 ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു 2 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ഇൻറ്റു 2 ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4. അതെന്താ വരിക? 1 മൈനസ് ആൽഫ ഇൻറ്റു 2 ബൈ 1 പ്ലസ് ആൽഫ എന്നല്ലേ വരിക? 1 മൈനസ് ആൽഫ ഇൻറ്റു 2 ബൈ 1 പ്ലസ് ആൽഫ. അപ്പോൾ 1 മൈനസ് ആൽഫ ഇൻറ്റു 2 ബൈ 1 പ്ലസ് ആൽഫ. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്താൽ നമുക്ക് എന്താ വരിക? ഇവിടെ 1 പ്ലസ് ആൽഫയും 1 പ്ലസ് ആൽഫ ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി താഴത്ത് 1 മൈനസ് ആൽഫ സ്ക്വയർ ആവും. പിന്നെ 4 സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16 ബൈ 2 8 ആണ് അല്ലേ? ഇസ് ഈക്വൽ ടു 8 ആൽഫ സ്ക്വയർ, 8 ആൽഫ സ്ക്വയർ
എന്ന് വരും. 8 ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ. ഇതാണ് കെ പിയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ. 8 ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ. ഇനി നമുക്ക് നോക്കാം, കെ പിയുടെ വാല്യൂ ഗിവൺ ആണ്. എത്രയാ? ഇറ്റ് ഈസ് 0.120. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്താൽ ആരുടെ വാല്യൂ കിട്ടും? ആൽഫയുടെ വാല്യൂ കിട്ടും. ജസ്റ്റ് ട്രൈ ടു സോൾവ് ദിസ്. 8 ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.120. ഓക്കെ, അപ്പോൾ ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.12/8. വേണം റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ അല്ലേ. സോ 1 ആൽഫ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 8/0.12. ഓർ 1 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8/0.12 പ്ലസ് 1. അപ്പോൾ 8.12/8 0.12 8.12/0.12. അപ്പോൾ സോൾവ് ചെയ്യാം. Now try to solve this. So and finally on solving this, ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, എക്സ്പെക്റ്റഡ് ആൻസർ കിട്ടുന്ന ആൻസർ 0.12 ആണ്. 0.12. സോൾവിങ് ദിസ് വിൽ ഗെറ്റ് 0.12. ഓക്കെ, ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ 0.0148 വരും. ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ 0.0148 വരും. ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു 0.12 എന്ന് കിട്ടും ആൻസർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സൊല്യൂഷൻ മനസ്സിലായോ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വെരി സിമ്പിളാണ്, കൂടുതലൊന്നും കാണുന്നൊന്നുമില്ല. ബട്ട് അതിൽ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ്റെ സ്റ്റോഷിയോമെട്രിക്കലി നമ്മൾ എന്ത് ചെയ്യണം? കെ പിയും ആൽഫയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യണം. കെ പിയും പിയും തമ്മിലുള്ള റിലേഷൻ, ആൽഫയും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതിലുള്ള പ്രൊസീജിയറാണ്. നമ്പർ ഓഫ് മോൾ വെച്ച് തുടങ്ങുക, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, മോൾ ഫ്രാക്ഷൻ്റെ ടോട്ടൽ പ്രഷർ കൊടുത്ത പാർഷ്യൽ പ്രഷേഴ്സായി, പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ റേഷ്യോ കൊടുത്ത കെ പി ആയി. പ്രൊസീജിയർ മനസ്സിലായോ? നമ്പർ ഓഫ് മോൾസ് ഇനീഷ്യൽ എമൗണ്ട് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ കൊടുത്താൽ എന്ത് കിട്ടും? പാർഷ്യൽ പ്രഷർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. For the process, H2O liquid gives H2O gas at 100 degrees Celsius and 1 atmospheric pressure. The correct choice is, ഇവിടെ നോക്കൂ, H2 liquid into gas. ലിക്വിഡ് ഗ്യാസ് ആവുകയാണ്. പ്രോഗ്രാം ഈസ് വേപ്പറൈസേഷൻ ആണ്, പ്രോസസ്സ് വേപ്പറൈസേഷൻ ആണ്. അപ്പോൾ എൻഡോതെർമിക് ആണ്, ഹീറ്റ് അബ്സോർബിംഗ് ആണ്. സോ വാട്ടർ അബ്സോർബിംഗ് ദ ഹീറ്റ് ആണ് ആൻഡ് ബിക്കംസ് ലിക്വിഡ് ബിക്കംസ് ഗ്യാസ് ആവാണ്. സോ ഇവിടെ സിസ്റ്റം ഈസ് ബിക്കമിങ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം വാട്ടർ കംപ്ലീറ്റ് ഗ്യാസ് ആവെന്ന് പറഞ്ഞാൽ ആ വാട്ടർ എന്ന സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ഇൻക്രീസിങ് ആണല്ലോ. അപ്പോൾ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഈസ് ഇൻക്രീസിങ് ആണ്. ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് പ്രൊപ്പോർഷണലി എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. അതേസമയം ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ് ആണ്, സറൗണ്ടിങ് എന്ന് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ സറൗണ്ടിങ് ലോസസ് ദ ഹീറ്റ് ആണ് ആൻഡ് ഹൂസ് എൻട്രോപ്പി ഡിക്രീസിങ്. And system absorbing the heat ആണ്, its entropy increasing. For the system it is increasing, for the surrounding it is decreasing. For the total universe there is no change അല്ലേ, കാരണം എന്താ, just system gaining and surrounding losing. Okay, option B is the answer. 14. KSP of silver chromate is 1.1 into 10 raised to minus 12 at 298 Kelvin. The solubility in mole per liter of silver chromate in 0.1 molar silver nitrate solution is. The KSP of silver chromate is given ആണ്. Solubility of silver chromate in 0.1 molar silver nitrate ആണ്, അഥവാ solubility in presence of a common ion ആണ്. Silver chromate ആണ് കേസ്. Ag2Cr4 silver chromate. On dissolving and dissolution 2Ag plus അല്ലേ, 2Ag പ്ലസ് ആണ്ട് CrO4 2 മൈനസ്, 2Ag പ്ലസ് ആണ്ട് CrO4 2 മൈനസ്, സോളിഡ് അക്വസ്. അപ്പോൾ സാധാരണ അത് എങ്ങനെ ചെയ്യാറുള്ള നോർമൽ കേസ്, ഇപ്പം നമ്മൾ കോമൺ ആയിട്ടൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഇൻ വാട്ടർ ആണെന്ന് വിചാരിക്കുക. യെസ്, സി മോള് സിൽവർ ക്രോമേറ്റ് ഈസ് ടേക്കൺ in 1 liter water, is taken in 1 liter, just added to 1 liter water. അപ്പോൾ Ag plus ഇല്ല, ക്രോമേറ്റ് ഇല്ല, 0. Now from the added amount, C മോളിൽ നമ്മൾ 1 ലിറ്ററിലേക്ക് ആഡ് ചെയ്തിട്ടില്ലേ, is present എന്നല്ല, just added to 1 liter water.
So 1 liter water is taken and to which C mole silver chromate is added. From the added amount C mole, ഈ സിൽവർ ക്രോമേറ്റിൻ്റെ സൊലുബിലിറ്റി എത്രയാണോ അതറിയില്ല നമുക്ക്. അത്രയും എമൗണ്ട് എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ഈസ് എസ് മോൾ ഡിസോൾവ്ഡ്, എസ് മോൾ ഡിസോൾവ്ഡ്, ആ ഡിസോൾവ്ഡ് പാർട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് സൊല്യൂഷൻ അപ്പിയർ ചെയ്യും. ഡിസോൾവ്ഡ് പാർട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് അപ്പിയർ ചെയ്യും. ശരിയല്ലേ? അവിടെ പ്ലസ് 2s ആൻഡ് പ്ലസ് എസ്. കാരണം 1 mole silver chromate will give 2 mole Ag plus ions and 1 mole chromate. അപ്പോൾ S mole dissolve ചെയ്തല്ലേ, we have 2s mole silver plus ions and S mole chromate. Now the remaining amount C minus S small. ഇവിടെ അയാൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, സോളിഡ് അല്ലേ, നോ ആപ്ലിക്കേഷൻ. അതേസമയം Ag plus എത്രയുള്ളത്? 2s and chromate എത്രയുള്ളത്? S. For again, what is KSP? KSP is equal to concentration of Ag plus into square into chromate. ഇതാണ് നോർമൽ കേസ്. നമ്മളിതിലേക്ക് എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2s Ag പ്ലസ് എത്ര? 2s അല്ലേ, 2sൻ്റെ സ്ക്വയർ ഇൻറ്റു ക്രോമേറ്റ് എസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ കിട്ടുന്നൊരു കേസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 2sൻ്റെ സ്ക്വയർ ഇൻറ്റു എസ് 4s ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏത്? വാട്ടറിൽ. ഇഫ് യു നോ കെ എസ് പി യു ക്യാൻ കാൽക്കുലേറ്റ് എസ്. ഹൗ? കെ എസ് പി ബൈ 4ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസറിക്കത്തിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് പ്യുവർ വാട്ടറിൽ, അതിൽ നോ കോമൺ അയോൺ. ഇനി പ്രസൻസ് ഓഫ് കോമൺ അയോൺ, ഇതിൽ കോമൺ അയോൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് വാട്ടറിലല്ലേ, നൗ ഇൻ 1 ലിറ്റർ വാട്ടറിന് പകരം ഇൻ 0.1 മോളാർ സിൽവർ നൈട്രേറ്റിലാണെങ്കിൽ, if it is not pure water, if it already containing 0.1 mole of silver nitrate, 0.1 molar silver nitrate എന്നാ പറഞ്ഞേ, that's 1 liter of the solution containing 0.1 mole of Ag plus ions and nitrate. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് അവിടെ Ag plus ആരുണ്ട്? 0.1 mole ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ ഇനീഷ്യലി സിൽവർ ക്രോമേറ്റ് ആടുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി ആര് പ്രസൻ്റ് ആണ്? Ag plus ഇനീഷ്യലി പ്രസൻ്റ് ആണ്. അപ്പോൾ അവരെ നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് കാണിക്കണം. ഇനീഷ്യലി ഇവിടെ ആരുണ്ട്? Ag പ്ലസ് ഉണ്ട്. ഞാൻ സി മോളാണ് സിൽവർ ക്രോമേറ്റ് ആഡ് ചെയ്യുന്നത് ടു എ സൊല്യൂഷൻ ദാറ്റ് ഓൾറെഡി കണ്ടെയ്നിങ് 0.1 മോൾ ഓഫ് Ag പ്ലസ് അയോൺസ്. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയം എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2s അല്ല ഉണ്ടാവുക, 2s പ്ലസ് 0.1 ഉണ്ടാവും. അവിടെ എസ് അല്ല സൊല്യൂബിലിറ്റി, എസ് ഡാഷ് എന്ന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എസ് ഡാഷ് എസ് ഡാഷ് എസ് ഡാഷ് എസ് ഡാഷ്. വൈ? ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ റിയാക്ഷൻ ഫോർവേഡ് ബാക്ക്വേഡ് നടക്കുക, റിയാക്ഷൻ ഷിഫ്റ്റഡ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറിൽ അയാൾ എത്ര ഡിസോൾവ് ചെയ്തിരുന്നോ അത്ര തന്നെ ക്വാണ്ടിറ്റി ഇനി ഡിസോൾവ് ചെയ്യില്ല. വൈ? ഡിസോൾവ് ചെയ്ത് ഉണ്ടാവേണ്ട അയോൺ ഓൾറെഡി അവിടെ പ്രസന്റ് ഉണ്ട് അല്ലേ, അവിടെ ഓൾറെഡി അവിടെ ആളുണ്ട്, Ag പ്ലസ് ഉണ്ട്. ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ ഡിസൊല്യൂഷൻ സപ്രസ്ഡ്, precipitation of a salt from a saturated solution on the introduction of common ion is called a common ion effect. കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ കോമൺ അയോൺ ലീഡ്സ് ടു precipitation എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സിൽവർ ക്രോമേറ്റിൻ്റെ സൊല്യൂബിലിറ്റി ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ സപ്രസ് ചെയ്യപ്പെടും. ദ സൊല്യൂബിലിറ്റി സപ്രസ്ഡ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് Ag പ്ലസ് ഫ്രം ദി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ എസ് ഡാഷ് ആണ് ന്യൂ സൊല്യൂബിലിറ്റി. അപ്പോൾ എസ് എന്താണ്? ദ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ. എസ് ഡാഷ് എന്താണ്? സൊല്യൂബിലിറ്റി ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ. ഇവിടെ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ഈസ് മോർ ദാൻ സൊല്യൂബിലിറ്റി ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ. ഇതെന്താണ്? പ്യുവർ വാട്ടറിൽ എസ്. ഇതെന്താണ്? ഇൻ പ്രസൻസ് ഓഫ് Ag പ്ലസ് അയോൺസ് ആണ്. കോമൺ അയോണിൻ്റെ പ്രസൻസ് സൊല്യൂബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇനി അപ്രോക്സിമേഷൻ നമുക്ക് ആവശ്യമുള്ളത്. എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ സിൽവർ ക്രോമേറ്റ് ഓൾറെഡി സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആണ്. ഓൾറെഡി സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട്. KSP ഒക്കെ നോക്കൂ, 10⁻⁻12 ആണ്. അപ്പോൾ ഓൾറെഡി വളരെ കുറച്ച് ഡിസോൾവ് ചെയ്യുള്ളൂ. അതിൽ കോമൺ അയോൺ കൂടെ വന്നാലോ പിന്നെ അത് വളരെ കുറച്ചല്ലേ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ എസ് ഡാഷ് ഈസ് ഫാർ ലെസ് ദാൻ 0.1 എന്ന് അസ്യൂം ചെയ്യാം അല്ലേ. ഇൻ പ്രസൻസ് ഓഫ് കോമൺ അയോൺ solubility decreased. So S dash far less than 0.1. അങ്ങനെ വന്നാൽ 2S dash plus 0.1 നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് ഇറ്റ് ആസ് 0.1 എന്ന് എടുക്കാം. ക്യാൻ ബി ടേക്ക് ഇറ്റ് ആസ് 0.1. അപ്പോൾ അങ്ങനെയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Ag പ്ലസ് ഇപ്പോൾ എത്രയാണ് ഉള്ളത്? 0.1 ഫ്രം അല്ലേ, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ക്രോമേറ്റ് എത്രയാണ്? അത് എസ് ഡാഷ് ന്യൂ സൊല്യൂബിലിറ്റി. ഫ്രം ദിസ് വാട്ട് ഈസ് എസ് ഡാഷ്?
ഇറ്റ് ഈസ് KSP by 0.1 സ്ക്വയർ അഥവാ 0.01. KSP എത്രയാണ്? 1.1 into 10 raised to minus 12 divided by 10 raised to minus 2 is equal to 1.1 into 10 raised to minus 10. Option B is the answer. മനസ്സിലായോ? അപ്പോൾ പ്രസൻസ് ഓഫ് കോമൺ അയോൺസ് ലീഡ്സ് ടു പ്രസിപ്പിറ്റേഷൻ അതല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് സോളിബിലിറ്റി. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന എമൗണ്ടിൽ ഇനീഷ്യലി നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ടിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അയോൺ ആയിട്ടുള്ള കോമൺ അയോൺ ആയിട്ടുള്ള ആളുടെ ഇനീഷ്യൽ എമൗണ്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ കാണിക്കുക. പിന്നെ ഇക്വിലിബ്രിയം എമൗണ്ട് കാണിക്കുമ്പോൾ ഈ സാൾട്ടിൽ നിന്ന് ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന AG+നെയും ഓൾറെഡി കോമൺ ആയി നിന്നുള്ള AG+ രണ്ടിൻ്റെ സോഴ്സിൽ നിന്നുള്ള ടുഗെദർ ആയിട്ടുള്ള AG+ എമൗണ്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അവിടെ കമ്പാരിറ്റീവ്ലി സ്മോളർ വൺ ഉണ്ടെങ്കിൽ നെഗ്ലക്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അവിടെ നമ്മൾ രണ്ട് AG+ സോഴ്സിൽ നിന്ന് കാണണം എന്നുള്ളതാണ്. കോമൺ ആയി നിന്നുള്ള AG+ വേണം, നമ്മളെ ആഡഡ് സാൾട്ടിൽ നിന്നുള്ള AG+ വേണം. മനസ്സിലായില്ലേ? ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 15. Given H3PO4 plus H2O gives H2PO4 1 minus and H3O plus pK1 is equal to X. H2PO4 plus H2O means phosphoric acid മൂന്ന് ഡിസോസിയേഷൻസ് ആണല്ലേ. ഫസ്റ്റ് ഡിസോസിയേഷൻ, സെക്കൻഡ് ഡിസോസിയേഷൻ, തേർഡ് ഡിസോസിയേഷൻ. കറസ്പോണ്ടിങ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KA1, KA2, KA3. അതിന് കറസ്പോണ്ടിങ് PK വാല്യൂ PK1, PK2, PK3. Thus pH of 0.1 molar K2HPO4 solution is K2HPO4 solution is. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറേ ഡെപ്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറേ ഡെറിവേഷൻ ഫോർമാറ്റ് പറയാനുണ്ട്. അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. ഇവിടെ K2HPO4 സോൾട്ട് ഓഫ് ആരാണ്? H3PO4 ആണ്. എന്താണ്? സാൾട്ട്. അപ്പോൾ H3PO4ൻ്റെ സാൾട്ടുകളിൽ H3PO4ലേക്ക് ഞാൻ ജസ്റ്റ് ഒരു മോള് KOH ആഡ് ചെയ്താലേ എന്താ സംഭവിക്കുക? ഇറ്റ് ബിക്കം KH2PO4. ഇതാണ് സാൾട്ട് അറ്റ് ഫസ്റ്റ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ. H3PO4 എന്താണ്? ഒരു ട്രൈ വാലൻ്റ് സാൾട്ടാണ്, ട്രൈ ബേസിക് ആസിഡാ. അതിക്ക് 3 ഇക്വലൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വലൻസിൽ ആദ്യത്തെ H+ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഒരു മോള് ഒരു ഇക്വലൻ്റ് KOH അല്ലേ. അപ്പോൾ H3PO4 + 1 ഇക്വലൻ്റ് KOH എന്താണ്? KH2PO4 ഉണ്ടാവുക. രണ്ടാമത്തെ KOH ആഡ്, സെക്കൻഡ് ഇക്വലൻ്റ് KOH ആഡ് ചെയ്താലോ ഇറ്റ് ബിക്കം K2HPO4. ഓക്കെ, ഇതേ സാൾട്ട് എപ്പോഴാണ് ഫോം ചെയ്യുക? സെക്കൻഡ് ഇക്വലൻസില്ല. ഇനി വീണ്ടും KOH ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അത് ഫോംഡ് അറ്റ് തേർഡ് ഇക്വലൻസ് ആണ്, K3PO4. ഇതാണ് 3 ആൾക്ക് സാൾട്ടുകൾ ഉള്ളത്. 3 ഇക്വലൻ്റ് പോയിന്റ് ഉണ്ട് ആൾക്ക്, ഒന്നല്ല രണ്ടല്ല 3 ഉണ്ട്. ഓക്കെ, ഈ 3 ഇക്വലൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള pHകൾ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താണ്? സെക്കൻഡ് ഇക്വലൻസിൽ ഉണ്ടാവുന്ന സാൾട്ടാണ് K2HPO4. അതിൻ്റെ 0.1 മോളാർ സൊല്യൂഷൻ്റെ 0.1 സൊല്യൂഷൻ്റെ pH ആണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ pH അറ്റ് സെക്കൻഡ് ഇക്വലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഈ H2PO4, അതുപോലെ തന്നെ HPO4 2-, അതുപോലെ തന്നെ HCO3 1-, ഇവരുടെ എല്ലാം കേസിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, pH എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് അല്ല. ആർക്ക്? ഈ ആംഫോട്രിക് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ് വരുന്നില്ലേ, H3PO4 അല്ല കേട്ടോ. H2PO4 1-, HPO4 2-, അതുപോലെ കാർബോണിക് ആസിഡ് ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, HCO3 1-, ഇവർക്ക് ആംഫോട്രിക്കാണ്. ഇപ്പോൾ HCO3 1- ആംഫോട്രിക്കുക, കാരണം ആൾക്ക് H+ വാങ്ങുകയും ചെയ്യാം, H+ കൊടുക്കുകയും ചെയ്യാം. വാങ്ങിയാൽ H2CO3 ആവും, കൊടുത്ത കാർബണേറ്റ് ആവും അല്ലേ. അത്തരം ആളുകളുടെ pH ഒന്നും എന്തല്ല, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് അല്ല. അതിൻ്റെ ലോങ് ഡെറിവേഷൻസ് എല്ലാം ഉണ്ട്. അപ്പം ഞാനൊരു സിംപ്ലസ്റ്റ് അപ്രോച്ച് ഞാൻ പറയാം. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ഡിസോസിയേഷൻ, ഫസ്റ്റ് ഡിസോസിയേഷൻ കറസ്പോണ്ടിങ് സാൾട്ടാണല്ലോ ഈ സാൾട്ട്. ആ ഫസ്റ്റ് ഡിസോസിയേഷൻ്റെ KA1 ഒന്ന് പറയാൻ ശ്രമിക്കുമോ? KA1 എന്ന് പറഞ്ഞാൽ എന്താണ്? KA1 എന്ന് പറഞ്ഞാൽ എന്താണ്? H2PO4 1- into H3O+ divided by H3PO4 ആണല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വലൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരില്ല? H3PO4 ഇല്ല, അവിടെ വാട്ടർ ഇല്ല, H3PO4 ഇല്ല. അവിടെ കംപ്ലീറ്റ് എന്തുണ്ട്? H2PO4 1- H3O+. H3+ മീൻസ് ന്യൂട്രലൈസ് ചെയ്ത് പോകില്ലേ.
ഫസ്റ്റ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ആ H3PO4 കംപ്ലീറ്റ് എന്തായിട്ട് മാറണം, KH2PO4 ആയിട്ട് മാറണം. അപ്പോൾ ഏത് സാൾട്ട് ആവും അത്? H3PO4 കംപ്ലീറ്റ് 1 = KH റിയാക്ട് ചെയ്താൽ KH2PO4 ആവും. അങ്ങനെ വന്നാൽ H3PO4 0 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് Ka1 അവിടെ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവിടെ ഇക്വിലിബ്രിയം എന്ന് പറയാൻ കഴിയില്ല, ന്യൂട്രലൈസ്ഡ് ആയില്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. ആ ഇപ്പോൾ ഒരു H3PO4ലേക്ക് ഞാൻ ഒരു ഇക്വലൻ്റ് KOH ആഡ് ചെയ്തല്ലേ, ഒരു ഇക്വലൻ്റ് KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാൾട്ടാണ് കിട്ടുക KH2PO4. ഞാൻ ഹാഫ് ഇക്വലൻ്റ് KOH ആഡ് ചെയ്താലോ, ഹാഫ് ഇക്വലൻ്റ് KOH ആഡ് ചെയ്താലോ അപ്പോൾ അതിന് പാർഷ്യലായിട്ടേ മാറിയിട്ടുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ H3PO4ൻ്റെ ഒരു ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്താലാണ് KH2PO4 ഉണ്ടാവും. ഒരു ഇക്വലൻ്റ് KOH റിയാക്ട് ചെയ്താൽ. ഞാൻ ഹാഫ് ഇക്വലൻ്റ് കൊടുത്തുള്ളെങ്കിലോ അവിടെ പാതിയെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പാതി ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനകത്ത് ഈ H2PO4 1-ൻ്റെയും അല്ലേ അറ്റ് ഇക്വലൻസിൻ്റെ മിഡ് വേ ഓഫ് ഇക്വലൻസാണ്, മിഡ് പോയിൻ്റ് ഓഫ് ഇക്വലൻസാണ്. ഇക്വലൻ്റ് എത്തിയിട്ടില്ല, നമ്മൾ ട്രൈട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും. മിഡ് വേ അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ഓഫ് ഇക്വലൻസിൽ അവിടെ എന്താണ് H2PO4 1-ൻ്റെയും അൺറിയാക്റ്റഡ് ആയിട്ടുള്ള H3PO4ൻ്റെയും കോൺസെൻട്രേഷൻസ് ഈക്വൽ ആയിട്ടുണ്ടാവും. അങ്ങനെ വന്ന Ka1 = H3O+ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ pH = pKa1 എന്ന് കിട്ടും. pH = pKa1. അത് ഇക്വലൻസിലെ pH ആണോ? അല്ല. ഇക്വലൻസ് എത്തിയിട്ടില്ല, 0 സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ KOH ആഡ് ചെയ്യാണ്, ഹാഫ് ഇക്വലൻസ് KOH ആഡ് ചെയ്തു, ഫസ്റ്റ് ഇക്വലൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക KOH ഇങ്ങനെ ബ്യൂറൽ എടുത്ത് കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ H3PO4 എടുത്തത് മുഴുവൻ നമുക്ക് ഒരു ഇക്വലൻ്റ് H3PO4 കംപ്ലീറ്റ് റിയാക്ട് ചെയ്തിട്ട് KH2PO4 ആയിട്ട് മാറണം. അതിൻ്റെ മിഡ് വേ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി അത്രയും കൂടെ ആഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് KH2PO4 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു മിഡ് പോയിന്റിലെ അവസ്ഥ എന്താണ്? H3PO4 ഇപ്പോൾ എത്ര ഉണ്ടോ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അത്ര തന്നെ H2PO4 ഉണ്ടായിട്ടുണ്ടാവും. കറക്റ്റ് മിഡ് പോയിൻ്റാണ്. ആ സമയത്ത് എന്താണ് ഇക്വേഷനിൽ രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ Ka1 = H3O+ എന്ന് കൊടുക്കാം, ഓർ pK1 = pH എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വലൻസിൻ്റെ പാതിയിൽ pH = pK1 എന്ന് കിട്ടി. ഇനി അത്ര തന്നെ ബേസ് ഇനി ആഡ് ചെയ്താലോ അത് ഫസ്റ്റ് ഇക്വലൻസിലെത്തി, അത് കംപ്ലീറ്റ് KH2PO4 ആയി. അപ്പോഴത്തെ pHO അത് നമുക്കറിയില്ല, ഫസ്റ്റ് മിഡ് പോയിന്റിലെ pH കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദെൻ അപ്പോൾ ഹാഫ് ഇക്വലൻസ് KOH എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് pH എന്തായിരിക്കും? = pK1 ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഹാഫ് ഇക്വലൻറ്റും കൂടെ KOH ചോദിച്ചാലോ അത് ഫസ്റ്റ് ഇക്വലൻസ് എത്തി, കംപ്ലീറ്റ് ആയിട്ട് മാറി KH2PO4 ആയി. ഇനി അടുത്ത സെക്കൻഡ് ഇക്വലൻസിലേക്ക് ഉള്ള പോക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം ഹാഫ് ഇക്വലൻ്റ് വെച്ചു, പിന്നെ ഹാഫ് വെച്ചു, ഇപ്പോൾ ടോട്ടൽ ഒരു ഇക്വലൻ്റ് KOH ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഇക്വലൻസിലെത്തി. ഇപ്പോൾ അവിടെ ആരും മാത്രമേ ഉള്ളൂ? KH2PO4 മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഹാഫ് ഇക്വലൻ്റ് എന്ത് ഒഴിക്കുകയാണ്? KOH ഒഴിക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറണം? അവിടെയുള്ള KH2PO4 എന്തായിട്ട് മാറും? K2HPO4 ആവും. പക്ഷെ അത് ഒരു ഇക്വലൻ്റ് ഒഴിച്ചാലാണ് KH2PO4 കംപ്ലീറ്റ് എന്തായിട്ട് മാറുക? K2HPO4 ആയിട്ട് മാറുക. ഒരു ഇക്വലൻ്റ് KOH കൊടുത്തല്ലേ, ഹാഫ് ഇക്വലൻ്റ് കൊടുക്കണുള്ളൂ ഞാൻ. അപ്പോൾ Ka2 നമുക്ക് കിട്ടും അല്ലേ? ഫോർ ദ സെക്കൻഡ് റിയാക്ഷൻ വാട്ട് ഈസ് Ka2? Ka2 എന്ന് പറഞ്ഞാൽ HPO4 2- into H3O+ ഡിവൈഡഡ് ബൈ H2PO4 1-. ഇവിടെ തന്നെ മിഡ് പോയിന്റിലെ അവസ്ഥ എന്താണ്? മിഡ് വേ പോയിന്റിലെ അവസ്ഥ എന്താണ്? രണ്ട് ഈക്വൽ ആവും. Ka2 = H3O+ ആണ്, ഓർ pKa2 = pH എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇക്വലൻറ്റിൻ്റെ ഇത് ഫസ്റ്റ് ഇക്വലൻ്റ്, ഇത് സെക്കൻഡ് ഇക്വലൻ്റ്. ഈ ഫസ്റ്റ് ഇക്വലൻറ്റിൻ്റെയും സെക്കൻഡ് ഇക്വലൻസിൻ്റെയും ഇടയ്ക്കുള്ള pHകൾ കിട്ടി. ഏതാണ്? ഫസ്റ്റ് ഇക്വലൻസ് ആണെങ്കിൽ അതിനിടയ്ക്കുള്ള മിഡ് പോയിന്റിലെ pH എന്താണ്? ഇറ്റ് ഈസ് pKa1 ആണ്. സെക്കൻഡ് ഇക്വലൻറ്റിൻ്റെയും ഫസ്റ്റ് ഇക്വലൻറ്റിൻ്റെയും ഇക്വലൻസിൻ്റെ ഇടയ്ക്കുള്ള pH എന്താ വരും മിഡ് പോയിന്റിൽ? ഇറ്റ് ഈസ് pKa2 ആണ്. ഇതേപോലെ തേർഡ് ഇക്വലൻസില്ലേ അതിൻ്റെയും സെക്കൻഡിൻ്റെ ഇടയ്ക്ക് വരുന്ന pH എന്താ വരിക? ഇറ്റ് ഈസ് pKa3 വരിക. അത് അങ്ങനെ ഡിറൈവ് ചെയ്ത് ഇങ്ങനെ പോകണം നമ്മളതിനെ. അപ്പോൾ ഫസ്റ്റ് ഇക്വലൻസ് എത്തിയിട്ടില്ല, ഫസ്റ്റ് ഇക്വലൻസിൻ്റെ മിഡ് വേ പോയിന്റിൽ pH = pK1 ആവും. പിന്നെ ഫസ്റ്റ് ഇക്വലൻസിന് ശേഷം ഇപ്പോൾ നമ്മൾ ഹാഫ് ഇക്വലൻ്റ് ബേസ് ആഡ് ചെയ്താൽ കിട്ടുന്ന സെക്കൻഡ് ഇക്വലൻറ്റിൻ്റെ ഫസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള മിഡ് പോയിന്റിലെ അവിടുത്തെ pH pKa2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ട്രിക്ക് യൂസ് ചെയ്യാം അവിടെ.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പി എച്ച് അറ്റ് ഫസ്റ്റ് ഇക്വലൻസ്? ഇത് pKa1, ഇത് pKa2. ഫസ്റ്റ് ഇക്വലൻസിലോ pKa1 പ്ലസ് pKa2/2 എന്ന് വരും. സോ pKa1 പ്ലസ് pKa2/2 ആണ് പി എച്ച് അറ്റ് ഫസ്റ്റ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ആ H3PO4 കംപ്ലീറ്റ് KH2PO4 സാൾട്ട് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്ന സാൾട്ടിൻ്റെ KH2PO4 എന്ന സാൾട്ടിൻ്റെ സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? pKa1 പ്ലസ് pKa2/2. ഇനി സെക്കൻഡ് ഇക്വലൻസിൻ്റെ പി എച്ച് എന്തായിരിക്കും? pKa2 ആൻഡ് pKa3. അതിൻ്റെ ആവറേജ് ചെയ്താൽ മതി. pKa2 പ്ലസ് pKa3/2 അതാണെന്ത്? സെക്കൻഡ് ഇക്വലൻസിലെ പി എച്ച് എന്ന് പറഞ്ഞാൽ. നമ്മുടെ സാൾട്ട് ഏതാണ്? K2HPO4 ആണ്. അതെന്താണ്? സെക്കൻഡ് ഇക്വലൻസിലെ സാൾട്ടാണ്. സെക്കൻഡ് ഇക്വലൻസിൻ്റെ സാൾട്ടാണ് ഏത്? K2HPO4. ഫോർ സെക്കൻഡ് ഇക്വലൻസ് ദ പി എച്ച് അറ്റ് സെക്കൻഡ് ഇക്വലൻസ് എന്താണ്? ഇറ്റ് ഇസ് pKa2 പ്ലസ് pKa3/2. pKa2 എത്രയാ? Y. pKa3 എത്രയാ? Z. Y പ്ലസ് Z/2. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ടൈട്രേഷനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് കുറച്ച് ടോപ്പിക് ഉണ്ട്. ഈ JEE മെയിനിനൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അഡ്വാൻസിലൊക്കെ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പാണ്. അഥവാ നമ്മൾ നോർമലി ടൈട്രേഷൻ നമ്മൾ ലാബിൽ കെമിസ്ട്രി ലാബിൽ പെർഫോം ചെയ്തിട്ടുള്ള ടൈട്രേഷൻസ് ഉണ്ട്. അത് സിമ്പിൾ ആസ് ബേസ് ടൈട്രേഷന് അപ്പുറം എന്താണ്? പോളിപ്രോട്ടിക് ആസിഡിൻ്റെ ടൈട്രേഷൻ്റെ ചില ന്യൂമറിക്കൽസ്, പി എച്ച് ടു ഫസ്റ്റ് ഇക്വലൻസ്, പി എച്ച് ടു സെക്കൻഡ് ഇക്വലൻസ് എന്ന കുറച്ച് കോൺസെപ്റ്റിൽ വരുന്ന H2CO3യുടെയും അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റിൻ്റെ എല്ലാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആ ഡാറ്റയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ അല്ലേ? ശരി. നെക്സ്റ്റ് 16. Aqueous solutions of HNO3, KOH, acetic acid, CH3COONA of identical concentrations are provided. The pair of solution which forms buffer solution upon mixing is or are. Okay. Aqueous solution of ആരൊക്കെയുണ്ട്? HNO3, KOH, acetic acid and acetate. ഇവിടെ എന്താണ്? ബഫറാണ്. ബഫർ നമ്മൾ രണ്ട് ടൈപ്പ് ബഫറിനെ പഠിച്ചിട്ടുണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് ബഫറും ഉണ്ട്. അസിഡിക്കും ബേസിക്കും രണ്ട് ടൈപ്പ് ബഫേഴ്സ് പഠിച്ചിട്ടില്ല നിങ്ങൾ? അസിഡിക് ബഫർ എന്താണ്? സം മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. വാട്ട് ഇസ് ബേസിക് ബഫർ? എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. ഇപ്പോൾ ഒരു വീക്ക് ആസിഡും അതിൻ്റെ കൂടെ വീക്ക് ആസിഡിൻ്റെ സ്ട്രോങ് ബേസുമായിട്ടുള്ള സാൾട്ട്, അല്ലെങ്കിൽ വീക്ക് ബേസും അതിൻ്റെ കൂടെ അതിൻ്റെ സോൾട്ട് സ്ട്രോങ് ആസിഡുമായിട്ടുള്ള സോൾട്ടും കൂടെ വേണം. HNO3 സ്ട്രോങ് ആസിഡ്, ഇത് സ്ട്രോങ് ആസിഡ്, ഇത് വീക്ക് ആസിഡ്. ആ മിക്സർ എന്തല്ല? ബഫറല്ല. KOH സ്ട്രോങ് ബേസ് ആണ്, കൂടെ മറ്റൊരു ബേസിൻ്റെ വീക്ക് ആസിഡ് സോൾട്ടായ പോരാ. ഒരു ആസിഡും അതിൻ്റെ തന്നെ സോൾട്ടും വരണം. HNO3 സ്ട്രോങ് ആസിഡ് വേണ്ട, അപ്പോൾ അതുമല്ല. ഇനിയിപ്പോൾ ആരാ ബാക്കിയുള്ളേ? ഓപ്ഷൻ ഡി, എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. അപ്പോൾ എന്താണ്? ആസിഡുമായി സാൾട്ടുമായി. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. മനസ്സിലായില്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇതാണ് ബഫറിൻ്റെ. പിന്നെ നിങ്ങളുടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അസിഡിക് ആൻഡ് ബേസിക് ബഫർ കൂടാതെ വേറെ കുറച്ച് അഡീഷണൽ ബഫേഴ്സ് ഉണ്ട്. ഓർത്ത് വെച്ചുകൊണ്ടു. ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസ് സാൾട്ടില്ലേ, ആ സാൾട്ടിൻ്റെ സൊല്യൂഷൻ ബഫ്രാക്ഷൻ കാണിക്കും. പിന്നെ അമിനോ ആസിഡ്സ് ഇല്ലേ, അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഇല്ലേ, ഈ സിട്രാനിക് ഫോമിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നവർ, അവർക്കും എന്ത് കാണിക്കാം? ബഫർ ആക്ഷൻ കാണിക്കാം, ബഫർ പ്രോപ്പർട്ടി കാണിക്കാം. പിന്നെ രണ്ട് സാൾട്ടിൻ്റെ മിക്സ്ചർ വരാറുണ്ട്. ഇപ്പോൾ സോഡിയം NaH2PO4 ഫസ്റ്റ് ഇക്വലൻസിൻ്റെ സാൾട്ടും Na2HPO4 ഈ രണ്ട് സാൾട്ടുകൾ എന്താണ്? ബഫറായിട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ NaHCO3 ആൻഡ് നോർമൽ സാൾട്ട് Na2CO3 ഈ മിക്സറും എന്താണ്? ബഫറാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സാൾട്ടുകളുടെ മിക്സ്ചറാളും അമിനോ ആസിഡ്സ് ഇവരൊക്കെ എന്ത് ഫോം ചെയ്യാറുണ്ട്? ബഫർ സൊല്യൂഷൻ ഫോം ചെയ്യാറുണ്ട്. പിന്നെ ഒരു അബദ്ധം പറ്റാൻ ചാൻസ് ഉള്ളത് എവിടെയെന്നറിയോ? ബഫറിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഹെൻഡേഴ്സൺ ഇക്വേഷൻ എന്ന് പറയും. pKa പ്ലസ്
ലോഗ് കോൺസെൻട്രേഷൻ ബൈ കോൺസെൻട്രേഷൻ എന്നുണ്ടാവും. അപ്പോൾ താഴെ വീക്കാസ്ര, മുകളിൽ കോൺജുഗേറ്റ് ബേസ് എന്നാണ് കൊടുക്കുക നമ്മൾ. അവിടെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ബുക്കിൽ നമ്മൾ NCERT തന്നെ കാണാം ഓർ pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ വീക്കാസ് താഴെ സംശയമൊന്നുമില്ല, മുകളിൽ എന്ത് കാണാം, സോൾട്ട് എന്ന് കാണാം. പക്ഷെ ഇത് ആൾവേസ് ട്രൂ ആണ്, ഇത് ആൾവേസ് ട്രൂ അല്ല, ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടു. ഇപ്പോൾ സോഡിയം അസറ്റേറ്റ് കുഴപ്പമില്ല, സോഡിയം അസറ്റേറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക, CH3COO- Na+ ഉണ്ടാവും. അപ്പം അങ്ങനെയെങ്കിൽ സോഡിയം അസറ്റേറ്റ് എന്ന സാൾട്ടിൻ്റെ കോൺസെൻട്രേഷനും അസറ്റേറ്റ് എന്ന അസറ്റിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. കാരണം ആ സാൾട്ട് 1:1 ടൈപ്പാണ്. അപ്പോൾ എത്ര സാൾട്ട് ഉണ്ടോ അത്ര തന്നെ അസറ്റേറ്റ് ഉണ്ടാവുള്ളൂ. അതേസമയം CH3COO ട്വൈസ് CA എന്നായിരുന്നു നിങ്ങൾ സാൾട്ട്, അതും ബഫർ തന്നെയാണ്. അസറ്റിക് ആസിഡ് ആണ് കാൽസ്യം അസറ്റേറ്റ്. ഇവിടെ നിങ്ങൾ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ അസറ്റേറ്റ് 2 മോളാർ ഉണ്ടാവും. കാരണം എന്താണ്, ആ ഒരു കാൽസ്യം അസറ്റേറ്റിൽ തന്നെ 2 അസറ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഡിസോസിയേറ്റ് ചെയ്തതിൽ 2 അസറ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബഫറേറ്റ് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷനും കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആവില്ല, ട്വൈസ് ആ ഡബിളിങ് വരും. അപ്പോൾ ശ്രദ്ധിച്ചോണ്ടു, ആൾവേസ് സാൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. എസ്പെഷ്യലി നമ്മൾ JEEൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രിക്കി ആവാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ അത്തരം ഒരു അബദ്ധത്തിൽ ചാടരുത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേഷൻ സാൾട്ടിൻ്റെ അല്ല കോൺജുഗേറ്റ് ബേസിൻ്റെ ആണ് എടുക്കേണ്ടത്. മോസ്റ്റ് ഓഫ് ദ കേസിലും സാൾട്ടും കോൺജുഗേറ്റ് ബേസും ഈക്വൽ ടു ജസ്റ്റ് ലൈക്ക് ദിസ് 1:1 ടൈപ്പ് സാൾട്ടുകളാണെങ്കിൽ. എന്നാൽ ഡയവാലഡോ ട്രൈവാലഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിച്ചുകൊണ്ടു, കോൺജുഗേറ്റ് ബേസ് എങ്ങാനും ആ സാൾട്ടിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ കോൺജുഗേറ്റ് ബേസിൻ്റെ എമൗണ്ടാണ് കൊടുക്കേണ്ടത്. അതതിൻ്റെ ഹെൻഡേഴ്സിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ സാൾട്ടിൻ്റെ pH കണ്ടുപിടിക്കില്ലേ, സാൾട്ടുകളുടെ എല്ലാം pH കണ്ടുപിടിക്കില്ലേ, ആ pH കണ്ടുപിടിക്കുന്ന സമയത്ത് സാൾട്ടിൻ്റെ pH കണ്ടുപിടിക്കുന്ന സമയത്തും ലോഗ് C എന്നൊരു C വരുന്നുണ്ട്. ആ സിയും എന്താണ്, സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ അല്ല, ആ സാൾട്ടിനകത്തുള്ള കോൺജുഗേറ്റ് ബേസിൻ്റെയോ കോൺജുഗേറ്റ് ആസിഡിൻ്റെയോ കോൺസെൻട്രേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കേട്ടല്ലോ. Now 17. A gas absorbs 200 joule of heat. അപ്പോൾ Q is equal to plus 200 joule heat absorb ചെയ്തു. Expands by 500 centimeter cube. 500 centimeter cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 centimeter cube എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവിടെ എന്താണ്, that into 10 raised to എത്ര കൊടുക്കേണ്ടത്, -6 അല്ലേ, 10 raised to -6 മീറ്റർ ക്യൂബായി. വോള്യം എഗെയിൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ 2 to 10 raised to 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. അപ്പോൾ Q കിട്ടി, W കാണും. വാട്ട് ഇസ് W? ഇറ്റ് ഇസ് -P∆V. ശരിയല്ലേ, -P∆V. P എത്രയാ, ഓക്കെ, 2 into -2 into 10 raised to 5 into V എത്രയാ, 500 into 10 raised to -6 is equal to എത്ര വരിക, 2 into 500,000 ആണ്. അപ്പോൾ 1000 into 10 raised to -6 10 raised to -3, അപ്പോൾ 10 raised to -2 100 എന്ന് വരും. 100 ജൂൾ എന്ന് കിട്ടി. സോ ഇറ്റ് ഇസ് -100 ജൂൾ. അപ്പോൾ Q എത്രയാ, +200, W എത്രയാ, -100. അപ്പോൾ ΔU എത്രയാ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ, ഇറ്റ് ഇസ് Q + W. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. 200 - 100 is equal to +100. ഓപ്ഷൻ C ഈസ് ദി ആൻസർ. ഓപ്ഷൻ C എളുപ്പമാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിൽ. 18. PbCl2 സോളിഡ് Pb2+ and elements KSP given K1 ആണ്. If concentration of chloride ion is x molar and is maintained in the solution in which the initial lead-2+ concentration is y molar, what percent of original Pb2+ will remain unprecipitated? അവിടെ KSP തന്നിട്ടുണ്ട്, നമ്മുടെ ക്ലോറൈഡ് കോൺസെൻട്രേഷൻ എക്സ് മോളാർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അഗെയിൻ അങ്ങനെയെങ്കിൽ Pb2+ ഇനീഷ്യലി എന്തുണ്ട്, y മോളാർ ഉണ്ട്. അപ്പോൾ ക്ലോറൈഡ് എക്സ് മോളാർ ആണെങ്കിൽ പിന്നെ ലെഡ് എത്ര സൊല്യൂഷൻ നിൽക്കണം, എത്ര പ്രസിപ്പിറ്റേറ്റ് ആവണം. നമുക്കറിയാം KSP is equal to കോൺസെൻട്രേഷൻ ഓഫ് Pb2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, KSPക്ക് അയണിക് പ്രോഡക്റ്റ് ഈക്വൽ ആണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സാച്ചുറേറ്റഡ് എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ നമ്മോട് പറഞ്ഞത് എന്താണെന്നറിയോ, ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് x² ആയി. KSPയുടെ വാല്യൂ K1 ആണ്. അപ്പോൾ ആ സൊല്യൂഷൻ ജസ്റ്റ് സാച്ചുറേഷൻ ആവാൻ Pb2+ എത്ര വേണ്ടിവരും, Pb2+ എത്ര വേണ്ടിവരും, ഇറ്റ് ഇസ് K1/x² എന്നെടുക്കാം. K1/x². ശരിയല്ലേ.
അപ്പോൾ ക്ലോറൈഡിൻ്റെ എമൗണ്ട് എക്സ് മോളാർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ജസ്റ്റ് സാച്ചുറേഷൻ ആവാൻ സൂപ്പർ സാച്ചുറേഷൻ ആവാതിരിക്കാൻ വേണ്ട Pb2+ എമൗണ്ട് എത്രയാണ്? K1/x² ആണ്. അത്രയും മൊളാരിറ്റിയാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇനീഷ്യലി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താണ്? Y മോളാർ അവിടെ ഉണ്ടായിരുന്നു. വാട്ട് പെർസെൻറ്റ് ഓഫ് ഒറിജിനൽ Pb2+ will remain unprecipitated. Unprecipitated means എന്താണ്? Remains in the solution. K1/x² മോളാർ ആണ് സൊല്യൂഷനിൽ നിൽക്കേണ്ടത്. സൂപ്പർ സാച്ചുറേഷൻ അല്ല, സാച്ചുറേഷൻ ആവാൻ വേണ്ടി എക്സ് മോളാർ ക്ലോറൈഡിൻ്റെ കൂടെ വേണ്ട Pb2+ എമൗണ്ട് എത്രയാണ്? ഇറ്റ് ഇസ് K1/x² ആണ്. അത്രയും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ പെർസെൻറ്റ് ഓഫ് അൺപ്രസിപ്പിറ്റേറ്റഡ് Pb2+ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ K1/x² റിമെയിൻസ് ഇൻ ദ സൊല്യൂഷൻ ഔട്ട് ഓഫ് Y ഇൻറ്റു 100% അല്ലേ? അപ്പോൾ K1/x² ഇൻറ്റു Y ഇൻറ്റു 100% is the part that remains and the percent remains unprecipitated. Option എന്താ വരിക? Option A is the answer. K1 into 100/x² into Y. That is the answer. Option A. It's the theory of precipitation. So ഇവിടെ Pb2+ Cl-ൻ്റെ എമൗണ്ട് once again എക്സ് മോളാറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വേണ്ട Pb2+ എമൗണ്ട് എത്ര? K1/x² ആണ്. മനസ്സിലായല്ലോ? Now 19. The internal energy change in kilojoule when 90 gram water undergoes complete evaporation at 100 degrees Celsius is നിയറസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്റേണൽ എനർജി ചേഞ്ച് ΔU ഇൻ കിലോ ജൂൾ വെൻ 90 gram വാട്ടർ അണ്ടർഗോസ്. ഈ 90 gram വാട്ടർ എന്ന് പറയുമ്പോൾ 90/18 = 5 മോൾ ആണ് വാട്ടർ ഉള്ളത്. ശരിയല്ലേ? ഇപ്പോൾ ΔU കണ്ടുപിടിക്കണം. കംപ്ലീറ്റ് ഇവാപ്പറേഷൻ, ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ തന്നിട്ടുണ്ട്. We know ΔH is equal to ΔU plus ΔnRT. ഇന്റേണൽ എനർജി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ΔU is equal to ΔH minus ΔnRT. ഇപ്പോൾ ΔH എത്രയാ? ΔH 41 kJ per mole. നമുക്ക് 5 മോൾ ഉണ്ട്. അപ്പോൾ 5 × 41 kJ മൈനസ് Δn എത്രയാ? 5 mol H2O liquid changes to H2O gas. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് ചോദിച്ചത്. അത് 5 മോൾ അല്ലേ? ഇത് 5, ഇതും 5. സോ 5 മോൾ ഗ്യാസ് ആണ് നമുക്ക് ഇനി ടോട്ടലി ഉള്ളത് അവിടെ. നമ്പർ ഓഫ് മോൾസ് എത്രയാ? 5. സോ 5 × R എത്രയാ? ഇറ്റ് ഈസ് 8.314 അല്ലേ? ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? ഇറ്റ് ഈസ് 100 degree 373 Kelvin. ഇത് നമുക്ക് ജൂളിലാണ് വരിക. ഡിവൈഡ് ബൈ 1000. അപ്പോൾ എന്തിൽ കിട്ടും? കിലോ ജൂളിൽ കിട്ടും. സോ ദി ആൻസർ ഈസ് എത്ര വരിക എന്നറിയോ? ഇറ്റ് ഈസ് 189 എന്ന് വരും. ഓക്കെ, 189 ഓർ 190 ഓർ 190 ആണ് ആൻസർ വരിക. 189 ഓർ 190. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ആണ്. നൗ 20. For a dimerization reaction 2A gives A2 at 292 Kelvin. ΔU0 is given on -20. ΔS given, ΔG കണ്ടുപിടിക്കണം. ഇത് ഡയറക്റ്റ് ആണ്. ഞാൻ ഇക്വേഷൻ പെട്ടെന്ന് ഇത് തരാം. ΔG is equal to ΔH minus T ΔS. And what is ΔH? ΔH means ΔU plus ΔN RT minus T ΔS. ഇതിൽ ΔU given ആണ്. ഇറ്റ് ഈസ് -20 kJ ആണ്. കിലോജൂൾ പ്ലസ് അപ്പോൾ 20 kJ എന്ന് പറയുമ്പോൾ 20 × 10⁻³ ഉണ്ട്. പ്ലസ് ΔnRT 2 mol ഗ്യാസ്. ഇറ്റ് ഈസ് 1 mol. 1 - 2 ഇറ്റ് ഈസ് -1. -1 R എത്ര? ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ലേ? ഇവിടെ നമുക്ക് ജൂൾ പെർ കിലോമീറ്റർ ഇല്ലല്ലേ? അപ്പോൾ 8.314 ഇൻറ്റു T എത്രയാണ്? T ടെമ്പറേച്ചർ 298 ആണ്. അപ്പോൾ നമുക്ക് ജൂളിലേക്ക് കിട്ടി. -2 ΔS 298 ഇൻറ്റു ΔS എത്രയാണ്? ഇസ് -30 ആണ്. സോൾവ് ചെയ്യുക. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദി ആൻസർ ഇസ് -13.5 -13.5 kJ എന്ന് കിട്ടും കേട്ടോ, ഫൈനൽ ആൻസർ. സോ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, നിങ്ങൾക്ക് ചെയ്യാലോ. ഓക്കെ, നൗ 21. For a reaction x plus y gives 2z. 1 mol x, 1.5 mol of y
then 0.5 mole of Z were taken in 1 liter vessel and allowed to react. അപ്പോൾ x plus y gives 2z. ശരിയല്ലേ? Initially 1 mole x 1 mole is taken, y 1.5 mole is taken, and z 0.5 mole is taken. Initially 1 liter vessel ആണ് allowed to react. At equilibrium concentration Z was found to be 1 mole per liter. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ ഫോർവേഡാ ബാക്ക്വേർഡാ നടക്കുക? ഇവിടെ 0.5 എന്നുള്ളത് 1 മോളായിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇൻക്രീസ് ചെയ്ത് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, റിയാക്ഷൻ Z കൂടുതലല്ലേ ചെയ്തത്, റിയാക്ഷൻ ഫോർവേഡാ. അപ്പോൾ എക്സ് 1 മോളിലല്ലേ, അവിടുന്ന് എക്സ് എന്ന അൺനോൺ എമൗണ്ട് മോൾ റിയാക്ട് ചെയ്തു. പ്രൊപ്പോർഷണലി എഗൈൻ എക്സ് മോൾ വൈയും റിയാക്ട് ചെയ്തു. അപ്പോൾ 2x മോൾ ആര് ഫോം ചെയ്തു, Z ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇക്വിലിബ്രിയം എമൗണ്ട് എന്താണ്, 0.5 + 2x = 1 ആണ്. Z ഓൾറെഡി 0.5 ഉണ്ട്, പുതുതായിട്ട് 2x കൂടെ ഫോം ചെയ്തിട്ടുണ്ട്, = 1. അപ്പോൾ 0.5 + 2x = 1 ആണെങ്കിൽ 2x = 0.5 ആണെങ്കിൽ x എത്രയാ, 0.25 ആണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സിൻ്റെ ഇക്വിലിബ്രിയം എമൗണ്ട് പറ 1 - 0.25. ഇറ്റ് ഈസ് 0.75 മോൾ ആണ് ആരുള്ളത്, എക്സ് ഉള്ളത്. വൈയോ 1.5 - x 0.25 അല്ലേ, ഇറ്റ് ഈസ് 1.25 മോള്. സെഡോ ഇറ്റ് ഈസ് 1 മോള്. എന്താ കണ്ടുപിടിക്കണ്ടേ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് x/15 ആണെന്നാണ് പറഞ്ഞത്. ഹിയർ ഫോർ ദിസ് റിയാക്ഷൻ വാട്ട് ഈസ് Kc, z², കോൺസെൻട്രേഷൻ ഓഫ് z² / x × y. ശരിയല്ലേ? Z എത്രയാ, ഇറ്റ് ഈസ് 1 mole per 1 liter, 1² 1 തന്നെ ബൈ x എത്രയാ, 0.75. 0.75 എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു 1.25 ഇറ്റ് ഈസ് 5/4 എന്ന് പറഞ്ഞാൽ 16/15. 16/15 നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് x/15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാ, ഇറ്റ് ഈസ് 16. x = 16. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. The RMS velocity of H2 gas at T1 is √7 times of the RMS velocity of N2 gas at T2. What is the ratio of T2/T1 ratio കണ്ടുപിടിക്കണം. ഇവിടെ RMS velocity ആണ്. VRMS എന്ന് പറഞ്ഞാൽ √3RT/m. ഓക്കെ, ഇവിടെ RMS velocity of hydrogen VRMS of hydrogen by VRMS of nitrogen is equal to √7 എന്നാണ് പറഞ്ഞത്. √7 അല്ലേ? ഇപ്പോൾ ഹൈഡ്രജൻ അറ്റ് T1 √7 times ഓഫ് ദ RMS velocity of nitrogen at T2 ആണെന്ന് പറഞ്ഞത്. is equal to നമുക്ക് എന്ത് കൊടുക്കാം, RMS velocity നമുക്ക് ടെമ്പറേച്ചർ മോളാർ മാസും അല്ലേ മാറ്റുള്ളത്, നമുക്ക് V proportional to √T/m എന്ന് കൊടുക്കാം. അപ്പോൾ is equal to റൂട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ കൊടുക്കാം, V വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ബൈ നൈട്രജൻ അല്ലേ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ T1/T2, ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ T2, അപ്പോൾ T1/T2. ആൻഡ് മോളാർ മാസിന് ഇൻവേഴ്സ് അല്ലേ, ഹൈഡ്രജൻ്റെ മോളാർ മാസ് 2 ആണ്, നൈട്രജൻ 28 ആണ്. 2/28 ഇറ്റ് ഈസ് 14. ഓക്കെ, നൗ രണ്ട് ഭാഗത്ത് റൂട്ട് ഒഴിവാക്കലോ. അപ്പോൾ 7 is equal to T1/T2 into 14. ശരിയല്ലേ? നമുക്ക് വേണ്ട T2/T1 അല്ലേ. സോ ഫ്രം ദിസ് വാട്ട് ഈസ് T2/T1 is equal to 14/7 is equal to 2. The answer is 2. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? നൗ 23. A soft drink was bottled with a partial pressure of CO2 of 3 bar over the liquid at room temperature. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ ഡിസോൾഡ് ആണ്, CO2 പ്രഷർ 3 bar ആണ് at room condition. The partial pressure CO2 over the solution approaches a value 30 bar when 44 gram of CO2 is dissolved in 1 kilogram of water at room condition. അപ്പോൾ ഇവിടെ പ്രഷർ 30 bar ആകുന്നുണ്ട് എപ്പോൾ, when 44 gram 44 gram CO2 dissolve ആവുക in 1 kilogram water at room temperature. The approximate pH of the soft drink is
അപ്രോക്സിമേറ്റ് പി എച്ച് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് H2CO3 ഗിവൺ ആണ് 4 × 10⁻⁷. ദെൻ ലോഗ് 2യുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് 1 എന്താ പറയുക, ഓക്കെ 1 g/ml ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് CO2 ഡിസോൾവ് ചെയ്താൽ കാർബോണിക് ആസിഡ് ഉണ്ടാവും അവിടെ അല്ലേ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പി എച്ച് കണ്ടുപിടിക്കുകയാണ്. അത് H2CO3 എന്ന വീക്ക് ആസിഡ് ആണ്. ഫോർ എ വീക്ക് ഫസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അല്ലേ. എന്തായാലും ഒരു വീക്ക് മോണോപ്രോട്ടിക് ആണെങ്കിൽ എന്ന പോലെ തന്നെ ഡൈപ്രോട്ടിക്കിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം, വീക്ക് ആണെങ്കിൽ ഓൾറെഡി വീക്ക് ആസിഡ് ആണെങ്കിൽ അത് വളരെ കുറച്ച് ഡിസോസിയേറ്റേ ഉള്ളൂ. വീക്ക് ആസിഡ് മോണോപ്രോട്ടിക് ആണെങ്കിൽ എന്തായാലും ഒന്നല്ലേ കിട്ടുള്ളൂ. വീക്ക് ഡൈപ്രോട്ടിക് ആസിഡ് ആണെങ്കിലോ ഫസ്റ്റ് ഡിസോസിയേഷൻ തന്നെ വളരെ കുറച്ചാണ്, സെക്കൻഡ് ഡിസോസിയേഷനും വളരെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡിസോസിയേഷനാണ് H+ൻ്റെ മെയിൻ സോഴ്സായിട്ട് എപ്പോഴും പറയാറുള്ളത്. എന്തുകൊണ്ടാണ് H2CO3 ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം HCO3 മൈനസും ഉണ്ടാവും. ഇനി ഈ HCO3 മൈനസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് വേണം എന്തുണ്ടാവാൻ, H+ഉം CO3 2- ഉണ്ടാവാൻ. അതിൽ ഇതാൾ ഓൾറെഡി വീക്ക് ആസിഡാണ്, അപ്പോൾ വളരെ കുറച്ചാണ് ബൈകാർബണേറ്റ് ഉണ്ടാവുക. അത് വീണ്ടും ബൈക്ക് എന്ന് പറഞ്ഞാലോ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇവരുടെ കേസ് നമുക്ക് ഫസ്റ്റ് ഡിസോസിയേഷനിൽ തന്നെ മതി. H+ൻ്റെ സോഴ്സ് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഡിസോസിയേഷൻ തന്നെ പറയാം. അപ്പോൾ H2CO3 നമ്മൾ തൽക്കാലം എന്തായിട്ട് അസ്യൂം ചെയ്യാണ്, ഒരു വീക്ക് മോണോപ്രോട്ടിക്കിനെ പോലെ അസ്യൂം ചെയ്യാണ്. കാരണം H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസോസിയേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പിന് വളരെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ അവിടെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണ്, ½ × pKa ഞാൻ pKa1 - log C എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ Ka1 ഉണ്ട്, അതിന് കറസ്പോണ്ട് pK1 കാണാൻ പ്രയാസമില്ല, പക്ഷെ C വേണം. വാട്ട്സ് ദ കോൺസെൻട്രേഷൻ CO2 ഇൻ ദ സോഫ്റ്റ് ഡ്രിങ്ക്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള 3 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 ലിറ്റർ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണെന്ന് അറിയണം. ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹെൻറീസ് ലോ യൂസ് ചെയ്യുക. P = KH × മോൾ ഫ്രാക്ഷൻ ഓഫ് CO2. ശരിയല്ലേ? ഓർ P proportional to മോൾ ഫ്രാക്ഷൻ, പാർഷ്യൽ പ്രഷർ ഓഫ് CO2 proportional to മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 which is proportional to number of moles of CO2. Okay, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 in first case by partial pressure of CO2 in second case is equal to number of moles of CO2 in first case by number of moles of CO2 in second case. ശരിയല്ലേ? ഫസ്റ്റ് പ്രഷർ എത്രയാ, 3 ബാർ ആണ്, 3 ബൈ സെക്കൻഡ് പ്രഷർ എത്രയാ, 30 ബാർ ആണ്, 30 ബാർ. അപ്പോൾ 3/30 is equal to number of moles in the first case divided by second case എത്രയാ, 44 gram CO2 എന്നാണ് പറഞ്ഞത്. ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ വാട്ടർ 44 gram എന്ന് പറഞ്ഞാൽ 1 മോൾ അല്ലേ, ഇറ്റ് ഈസ് 1 മോൾ. അപ്പോൾ 3/30 1/10 അല്ലേ. അപ്പോൾ N എത്ര കിട്ടുക, N is equal to 0.1. അപ്പോൾ 30 ബാറിന് കറസ്പോണ്ടിങ് 1 മോളാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.1 മോളാണ് CO2 ഡിസോൾവ് ചെയ്യുക. അപ്പോൾ CO2യുടെ 1 ലിറ്ററിനകത്തുള്ള സൊല്യൂബിലിറ്റി കിട്ടി 0.1 മോൾ. അപ്പോൾ കോൺസെൻട്രേഷൻ എത്രയാ, 0.1. നൗ Ka1 എത്രയാ, 4 × 10⁻⁷ അല്ലേ. അപ്പോൾ pKaയോ, pKa is equal to -log 4, അത് -0.6 എന്ന് വരും, പ്ലസ് -log 10⁻⁷ 7. അപ്പോൾ 6.4 ആയി. pK 6.4 ആണ്. അപ്പോൾ ½ × 6.4 മൈനസ് log C. C എത്രയാ, 0.1. അപ്പോൾ log Cയോ, log 10⁻⁻1 മൈനസും +1. അപ്പോൾ 7.4/2. 7.4/2 it is equal to 3.7. The pH is 3.7. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സിൽ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ എല്ലാ ഭാഗവും ടച്ച് ചെയ്തൊന്നും പറയുന്നൊന്നുമില്ല. എന്നിരുന്നാലും എന്താണ്, JEEക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില മേഖലകൾ, അതിൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ചില ഭാഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോട്ടെ. ഓക്കെ, ദെൻ ബൈ.